إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيره. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വയോടെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സലഫിയത്തിലേക്ക് മടങ്ങുന്നവരോട് ചില ഉപദേശങ്ങൾ എന്നാണ് ഇന്നത്തെ ഈ ദർസിന് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. ഈ ഇമാറാത്തിൽ തന്നെ ജീവിക്കുന്ന ഷെയ്ഖ് അബു അബ്ദുല്ല അഹ്മദ് ബിൻ മുഹമ്മദ് ഷിഹി എന്ന് പറയുന്ന റാസുൽ ഖൈമയിലെ റംസ് എന്ന സ്ഥലത്തുള്ള ഒരു പണ്ഡിതൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഇതിൽ ഡേറ്റ് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാമ ഇബ്നു ഉസൈമീൻ ജീവിച്ചിരിക്കുന്ന കാലത്താണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രയും വർഷം മുമ്പാണ് ഈ പുസ്തകം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട്, അൽ വസായ സനിയ്യ ലിത്തായിബീന ഇല സലഫിയ്യ. സലഫിയത്തിലേക്ക് മടങ്ങി വരുന്നവരോട് ചില വസിയത്തുകൾ. നമ്മൾ സലഫിയത്ത് തിരിച്ചറിയുകയും സലഫികളാണെന്ന നമ്മുടെ അവകാശവാദത്തിൽ പൂർണ്ണമായും അത് ശരിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തവരാണ്. കേരളത്തിൽ സലഫി സംഘടന, സലഫിയത്ത് ഉൾക്കൊണ്ട ഒരു കൂട്ടായ്മ എന്ന നിലക്കാണ് നമ്മളൊക്കെ അതിൽ പ്രവർത്തിച്ചത്. ഒരുപാട് നന്മകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഒരുപാട് ചെറുപ്പക്കാരെ ദീനിലേക്ക് കൊണ്ടുവരാനും വഴികേടുകളിൽ നിന്ന് ഒരുപാട് മനുഷ്യന്മാരെ രക്ഷിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ സലഫികളാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ ആദർശങ്ങളും നയനിലപാടുകളും അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നതിൽ നമുക്ക് പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. 2002 ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ യഥാർത്ഥ ഈജിപ്ഷ്യൻ സലഫികളാണ്, അതാണ് യഥാർത്ഥ സലഫിയത്ത്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഗൾഫ് സലഫിസമാണ്, അത് അന്ധവിശ്വാസമാണ്, ഖുറാഫാത്താണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അവർ പുസ്തകം തന്നെ ഇറക്കി, ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം എന്നൊരു ബുക്ക് തന്നെ അവരിറക്കിയിട്ടുണ്ടായിരുന്നു. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ സലഫിയത്ത് ഞങ്ങളുടേതാണ്, അത് റഷീദിനുള്ള വഴി മുഹമ്മദ് അബ്ദു വഴി ഈജിപ്തിൽ നിന്ന് വന്നതാണ്. നിങ്ങളീ പറയുന്ന ഗൾഫ് സലഫിസം അത് അന്ധവിശ്വാസമാണ്. ഇങ്ങനെ ഒരുപാട് കാലം അവരതുമായി പോയി സലഫിയത്തിനു വേണ്ടി നമ്മൾ സംസാരിക്കുകയും വാദിക്കുകയും അവർ ഉയർത്തിവിട്ട ജിന്ന്, ഷെയ്ത്താൻ, സിഹർ പോലെയുള്ള വിഷയങ്ങളിലുള്ള പുകമറകൾ നീക്കുകയും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് വീഴ്ച പറ്റിയിരുന്നു എന്ന് നമുക്ക് ബോധ്യമായി. കുറ്റമറ്റ സലഫിയത്തല്ലായിരുന്നു നമ്മുടെ അടുക്കൽ ഉള്ളത്, പല പ്രശ്നങ്ങളും നമ്മുടെ അടുക്കൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അൽഹംദുലില്ലാഹ് അതെല്ലാം തിരിച്ചറിയുന്നതിനനുസരിച്ച് തിരുത്താനും പഴയകാല തെറ്റുകൾ ബോധ്യം വന്നപ്പോൾ അത് സംശയിച്ചു നിൽക്കാതെ അതിൽ നിന്ന് മടങ്ങാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. പക്ഷേ
അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സലഫികൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. തെറ്റുകൾ തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അതിൽ യാതൊരു മടിയും നമുക്ക് തോന്നരുത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് 2 ഖൗലുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അദ്ദേഹം ആദ്യം പഠിച്ചു, അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നീട് കൂടുതൽ പഠിച്ചപ്പോൾ പഴയ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. അതാണ് ഖൗലുൻ ഖദീം, ഖൗലുൻ ജദീദ്. പഴയ അഭിപ്രായം, പുതിയ അഭിപ്രായം. അദ്ദേഹത്തിനൊരു ഈഗോവും പ്രശ്നമില്ല. ആളുകൾ എന്ത് വിചാരിക്കും? പലപ്പോഴും ആളുകൾ അങ്ങനെ ചിന്തിക്കും, ആളുകൾ എന്താ വിചാരിക്കുക, ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ ആളുകൾ എന്ത് എന്നെക്കുറിച്ച് വിചാരിക്കും, ഇയാൾക്കൊരു സ്ഥിരതയില്ല, ഇന്നൊന്ന് നാളെ വേറൊന്ന്, ഇയാൾ മാറ്റി പറയുന്ന ആളാണ് എന്നൊക്കെ പറയില്ലേ എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിച്ചിട്ടില്ല. അപ്പൊ വ്യക്തികൾക്ക് ഈഗോ ഉള്ളതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഘടനകൾക്കും ഈഗോ ഉണ്ട്. മുമ്പ് നമ്മൾ പറയാത്തൊരു കാര്യം ഇനി പറഞ്ഞാൽ നമ്മളെ ആളുകൾ വിശ്വസിക്കൂല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ വിത്റുൽ ഖുനൂത്ത്, അല്ലെ? ലോകത്തുടനീളമുള്ള സലഫികൾ അംഗീകരിക്കുകയും വിത്റുൽ ഖുനൂത്ത് റമദാനിലെ അവസാനത്തെ 15 ദിവസം ജമാഅത്തായി നിർവഹിക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ ഹദീസ് ദഈഫാണ് എന്ന് പണ്ടൊരു അബദ്ധം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് മാത്രം പറ്റിയ അബദ്ധമല്ല, ഷൗക്കാനിക്ക് പറ്റിയ അബദ്ധമാണ്. നൈലുൽ ഔത്താർ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഷൗക്കാനി ഹദീസ് ദഈഫാക്കിയിട്ടുണ്ട്. വിത്റുൽ ഖുനൂത്ത് ബിദ്അത്താണെന്ന് താബിഈങ്ങളിൽപ്പെട്ട ത്വാഊസ് പറഞ്ഞതായി റിവായത്തുണ്ട്. ആ അബദ്ധം അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. യഥാർത്ഥത്തിൽ അത് ശരിയല്ലെന്നും ആ ഹദീസ് സ്വഹീഹാണെന്നും അത് സലഫുകൾ നടത്തിയിട്ടുണ്ടെന്നും ഒക്കെ വ്യക്തമായ പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെ പള്ളികളിൽ നടപ്പിലാക്കണ്ടേ? അത് നമ്മൾ പണ്ട് നമ്മൾ ബിദ്അത്താണ്, സുബൈല ഖുനൂത്തും വിത്റുൽ ഖുനൂത്തും ബിദ്അത്താണ് പണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്, ഇനിയിപ്പോ അത് തിരുത്താൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആ ഒരു തരത്തിൽ പല ആളുകളും അത് അറിഞ്ഞിട്ടും തിരുത്താതെ മാറി നിൽക്കുകയാണ്. ജിന്നുബാധയും സുഹൃബാധയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ അങ്ങനെ തന്നെയാണ്. പണ്ട് നമ്മളത് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളങ്ങനെയാ വിശ്വസിച്ചത്, നമ്മളങ്ങനെയാ പഠിപ്പിച്ചു പോകുന്നത്. അവിടെ ഇനിയിപ്പോ അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകലാവും എന്നൊക്കെയുള്ളൊരു ചിന്താഗതി. എന്നാൽ അതല്ല ശരിയായ മാർഗം. ഒരു തെറ്റ് ബോധ്യപ്പെട്ട അതിന് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പുസ്തകം സലഫിയത്തിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവർക്കുള്ള ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ കാലം ഇഖ്വാനിസത്തിലും സൂഫിസത്തിലും കുത്തുബിസത്തിലും അങ്ങനെ പലതിലും ജീവിച്ച ആളുകൾ അവരതെല്ലാം ഉപേക്ഷിച്ചിട്ട് സലഫിയത്തിന്റെ മാർഗത്തിലേക്ക് വരികയാണ്. സലഫികൾ എന്ന് പറയുന്ന പല ഹിസ്ബി സംഘടനകളിലും പ്രവർത്തിച്ചിട്ട് അത് സംഘടന മാത്രമാണ്, സലഫിയത്ത് അതിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കി മടങ്ങി വന്ന ആളുകൾ, മനസ്സിലായില്ല? അങ്ങനത്തെ ആളുകൾക്കുള്ള ഉപദേശമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ ഫിറ്റായ ഒരു പുസ്തകം. അത് ഈ പുസ്തകം ഒരുപാട് കാലം എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിന്റെ ചേലും ഈ ഇദ്ദേഹം ഒരു അറിയപ്പെടാത്ത ആളും ആയതുകൊണ്ട് ഞാൻ വായിക്കാതെ വെച്ചിരിക്കുകയാണ്. കുറേ പുസ്തകങ്ങളിലോട്ട് ഇങ്ങനെ നമ്മള് ആ പ്രയോറിറ്റിക്ക് അനുസരിച്ച് വായിക്കുമല്ലോ. ഇക്കുറി ഞാൻ പോരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നസീഫ് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഇമാറാത്തിലുണ്ട് ഇങ്ങനെ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ഇങ്ങനെ ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്ക് എന്റെ കയ്യിലുണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ ശ്രമിക്കണം, ആ ബുക്കൊന്ന് എടുക്കണം. അങ്ങനെ ഞാൻ എടുത്തു. അത് ഇവിടെ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വായന പൂർത്തിയാക്കുന്നില്ല. അങ്ങനെ ഞാൻ ഒമാനിൽ വെച്ചത് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് ചോദിച്ചത് അദ്ദേഹം വളരെ തിരക്കിലാണെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. റാസുൽ ഖൈമിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഈ പുസ്തകമാണ് ഇന്ന് നമ്മൾ സലഫിയത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച നമുക്കുള്ള ഉപദേശമായിട്ട് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ? സലഫുസ് സാലിഹുകളുടെ ജീവിതക്രമം. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഖുർആാനും ഹദീസും മനസ്സിലാക്കാനുള്ള ഒരു മെത്തഡോളജി മാത്രമാണ് സലഫിയത്ത് എന്നാണ്, അല്ലെ? ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കണം, ഹദീസ് എങ്ങനെ വ്യാഖ്യാനിക്കണം, അതിനുള്ളൊരു മെത്തഡോളജി, രീതിശാസ്ത്രം മാത്രമാണ്. അതതിന്റെ ഒരു ഭാഗം മാത്രം, പ്രമാണങ്ങളോടുള്ള സലഫി സമീപനം മാത്രമാണത്. അതേസമയത്ത് അത് മാത്രമല്ല സലഫിയത്ത് എന്ന് പറഞ്ഞ ജീവിതക്രമമാണത്. സലഫുകൾ ഇസ്ലാം എങ്ങനെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കി, അതാണ് സലഫിയത്ത്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും സലഫു സാലിഹുകളുടെ മാതൃക നമ്മൾ സ്വീകരിക്കുക എന്നതാണ് സലഫിയത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നടപ്പിലാക്കേണ്ട ഒന്നാണ് സലഫിയത്ത് എന്ന് പറയുന്നത്. നമ്മുടെ കച്ചവടത്തിലായാലും ഇടപാടുകളിലായാലും കുടുംബജീവിതത്തിലായാലും പെരുമാറ്റങ്ങളിലായാലും സ്വഭാവത്തിലായാലും ആചാരങ്ങളിലായാലും അനുഷ്ഠാനങ്ങളിലായാലും ഇബാദത്തുകളിലായാലും എല്ലാ രംഗങ്ങളിലും നടപ്പിലാക്കേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ സലഫിയത്ത് എന്ന് പറയുന്നത്. സൂക്ഷ്മത കുറവ് കൊണ്ട് നമുക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. നമ്മൾ 100% സലഫിയത്ത് നേടിയവരാണെന്ന അവകാശവാദം നമുക്കില്ല. ഉണ്ടോ? ഇല്ല. ഇനിയും ഒരുപാട് തിരുത്താനുണ്ടെന്നുള്ള വിശ്വാസക്കാരാണ് നമ്മൾ.
അതുകൊണ്ട് തന്നെ ഈ സലഫിയത്തിലേക്ക് പൂർണ്ണമായി വന്നിട്ടില്ലാത്തവരോട് നമുക്ക് ദേഷ്യമല്ല, സഹതാപമുള്ളത്. അത് ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ സമയത്ത് അത് പറയാം. നമ്മൾ കറക്റ്റായ സലഫിയത്തിലേക്ക് വരണം. കഴിഞ്ഞുപോയ തെറ്റുകളെ ന്യായീകരിക്കാതെ ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. സലഫികളാണെന്ന നമ്മുടെ അവകാശവാദം കേരളത്തിലെ യാഥാസ്ഥികന്മാർ ഞങ്ങൾ സുന്നികളാണ് എന്ന് പറയുന്നത് പോലെ ആകാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? കേരളത്തിലെ ഖുറാഫികൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ സുന്നികളാണ്, അഹ്ലുസുന്നത്താണ്. അവർക്ക് അഹ്ലുസുന്നത്തിന് ബന്ധമുണ്ടോ? പല കാര്യങ്ങളിലും ബന്ധമില്ല. അതുപോലെ ഒരിക്കലും നമ്മൾ ആയിക്കൂടാ എന്നതുകൊണ്ടാണ് ഈ പുസ്തകം തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് ആമുഖമായി പറയാനുള്ളത്, ഈ പുസ്തകത്തിന്റെ മുഖദ്ദിമയിൽ ഇതിന്റെ ശുക്ർ വ തഖ്ദീർ എന്ന ഭാഗത്ത് പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ മുന്നിൽ പറഞ്ഞ് നന്ദി, ഇതിന് സഹകരിച്ച ആളുകൾക്കുള്ള നന്ദി പറയുന്ന ഭാഗത്ത് ഈ പുസ്തകം ഫളീലത്തു ശൈഖ് അല്ലാമ റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തിന് വായിച്ചു കേൾപ്പിക്കുകയും അദ്ദേഹം ഇതിൽ ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ശിത്തുദുർ എന്ന പ്രസിദ്ധ ഗ്രന്ഥം എഴുതിയിട്ട് അബ്ദുൽ മാലിക് റമളാനി അദ്ദേഹമാണ് ഈ പുസ്തകം പരിശോധിച്ചിട്ടുള്ളത്. ഈ രണ്ടുപേർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇതിന്റെ മുഖദ്ദിമ ഒരു 3-4 പേജ് നീണ്ടു നിൽക്കുന്ന മുഖദ്ദിമയുടെ ചുരുക്കം ഞാൻ പറയാം. സലഫി മൻഹജിൽ നിന്ന് തെറ്റിപ്പോയവരും മൻഹജിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായവരുമായ ആളുകൾ ഇന്ന് ധാരാളമുണ്ട് എന്നാണ് ശൈഖ് അവർ പറയുന്നത്. അത് ശരിയാണല്ലോ. മൻഹജ് എന്താന്ന് തിരിയാത്ത ഒരവസ്ഥ ഇന്ന് ഒരുപാട് ആളുകൾക്കുണ്ട്. എങ്കിലും യഥാർത്ഥ സലഫിയത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് പിഴച്ച കക്ഷികളിൽ നിന്നും ചിന്താധാരകളിൽ നിന്നും അതുപോലെ തന്നെ ഹിസ്ബി സംഘടനകളെയും വിട്ട് ധാരാളം പേര് ഇന്നും തൗബ ചെയ്തുകൊണ്ട് സലഫിയത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇവരുടെ ഈ മടക്കം, ഈ തൗബ അഹ്ലുസുന്നയിൽപ്പെട്ട നമുക്കെല്ലാം വളരെയേറെ സന്തോഷം നൽകുന്നു എന്നതിൽ സംശയമില്ല. ശൈഖ് അവറുകളുടെ വാചകമാണ് ഞാൻ പറയുന്നത്, നമ്മൾ പറയണല്ല, ഇതിന്റെ മുഖദ്ദിമയിൽ പറയുന്നത്. കാരണം തൗബ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ലല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി മിൻ അഹദിക്കും സഖത അലാ ബഈരിഹി വഖദ് അളല്ലഹു ഫി അർളി ഫലാത്ത്. നമ്മൾ കേട്ടിട്ടുണ്ട്, തൗബ അള്ളാഹ്ക്ക് വളരെ ഇഷ്ടമുള്ള സംഗതിയാണ് അല്ലേ? ഒരടിമ തൗബ ചെയ്തു മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം. ഒരറബി തന്റെ വാഹനമൃഗത്തിന്റെ പുറത്ത് എല്ലാ സാധന സാമഗ്രികളും ഭക്ഷണങ്ങളും ഒക്കെ വെച്ച് പോകുന്നതിനിടയിൽ ആ വാഹനം നഷ്ടപ്പെട്ടു, കൈവിട്ടുപോയി. എവിടെ നോക്കിയാലും വഴി, എവിടെ പോയി ഒട്ടകം എന്നറിയില്ല. അങ്ങനെ അയാൾ അന്വേഷിച്ച് തളർന്ന് ഒരു മരത്തിന്റെ ചോട്ടിൽ വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉണർന്നു നോക്കുമ്പോ അതാ ഉണർന്നു നോക്കുമ്പോ അത് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ അതിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് പറഞ്ഞ വാചകാണെന്ത്? അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ രക്ഷിതാവുമാണ്. തിരിച്ചു പറഞ്ഞുപോയി. അത്ര സന്തോഷം. അതിനേക്കാളേറെ അപ്പോൾ ആ അറബിക്കുണ്ടായ സന്തോഷമുണ്ട്. അതിനേക്കാൾ വലിയ സന്തോഷം ആർക്കുണ്ടാകും? ഒരടിമ ഖേദിച്ചു മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ അള്ളാഹ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് തൗബ എന്നുള്ളത്. അപ്പൊ നമ്മളും സന്തോഷിക്കണം അല്ലേ? അതുപോലെ തന്നെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് വേണ്ടി താൻ എന്തൊന്ന് ഇഷ്ടപ്പെടുന്നു അത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളാരും മുഅ്മിനാവുകയില്ല. അപ്പൊ നമ്മൾ സലഫിയത്തിൽ വരണം, അവസാന നിമിഷം വരെ സലഫിയത്തിൽ ജീവിക്കണം, സലഫുകൾ ജീവിച്ച പോലെ ജീവിക്കണം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പൂർണ്ണമായി ഇതിന് സാധിച്ചിട്ടില്ലെങ്കിലും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായി നമ്മുടെ സഹോദരനും അതിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും. സന്തോഷം ഉണ്ടാകണമല്ലോ അല്ലേ? അതും ആ അർത്ഥത്തിലും ഈ സലഫിയത്തിലേക്കുള്ള മടക്കം നമ്മളെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് ശൈഖ് അവർ ഇതിൽ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകം, അത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ ഓരോ ഹർഫം ഹർഫ് വായിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറോ മതിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ചില ഭാഗങ്ങൾ മാത്രം പറയാം. ഇല്ല അന്ന ഹാദിഹിൽ ഫർഹത യുസാഹിബുഹാ ബഅദുൽ ഹുസ്നി വൽ അസഫ് അലാ മാ നൽമസുഹു വനുശാഹിദുഹു ഫി അഹ്വാലി ബഅദി التائبين الى السلفيه من اضطراب وتخبط بسبب الشبه الكثيره التي يروجها اهل الباطل تارة فتعسف بالتائبين يمنة ويسرا ولعدم سؤالهم لأهل العلم من أهل السنة والجماعة في ذلك تارة أخرى. കണ്ടോ, ഇവരുടെ ഈ മടക്കം നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം ചില ദുഃഖങ്ങളും വ്യസനങ്ങളും നമുക്കുണ്ട്. അതിന് കാരണം അവരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സലഫിയത്തിലേക്ക് മടങ്ങിയ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാഞ്ചല്യവും പതർച്ചയുമാണ്. ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. യഥാർത്ഥ മന്നജ് തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയാത്ത ഒരു ചാഞ്ചല്യം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ബാത്തിലിന്റെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശുബ്ഹാത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങൾ
അത് ഇവരെ വലത്തുനിന്നും ഇടത്തുനിന്നും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അവർക്ക് പതർച്ചയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ശുബ്ഹത്തുകളാണ് ഇവരെ ഈ പതർച്ചയ്ക്ക് കാരണം. മാത്രമല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട സലഫി അഖീദയും മൻഹജും മനസ്സിലാക്കിയ പണ്ഡിതന്മാരോട് ഇവർ ചോദിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാരണം. ഞങ്ങളിപ്പോ സലഫിയത്തിലേക്ക് മടങ്ങി വന്നു, എന്നിട്ട് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ഉലമാക്കളോട് ചോദിക്കണം. അതാണ് നമ്മളിപ്പോ ചർച്ചാ വിഷയത്തിന്റെ ഒരു മർമ്മം അവിടെയാണല്ലോ. സലഫി ഉലമാക്കളോട് ചോദിക്കുന്നില്ല എന്നതാണ് അവരെ ഈ പതർച്ചയ്ക്കുള്ള ഒരു രണ്ടാമത്തെ കാരണം. മിൻ അജ്ലി ഹാദാ റഅയ്തു അൻ അക്തുബ ബഅദൽ വസായ ലിത്താഇബീന ഇല സലഫിയ. ഇതുകൊണ്ടാണ് ഞാൻ ചില വസിയത്തുകൾ ഇങ്ങനെ മടങ്ങി വരുന്നവർക്ക് വേണ്ടി എഴുതണം എന്ന് വിചാരിച്ചത്. വല്ലത്തി അറാഹാ തുആലിജു ബഅദ ഹാദിഹിൽ ഇൽതിറാബാത്തി വത്തഖബ്ബുതാത്ത്. ഇവരുടെ ഈ പതർച്ചയും ഈ ചാഞ്ചല്യവും ഒക്കെ ഈ വസിയത്തുകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും. അവരുടെ ഈ പതർച്ചയ്ക്ക് ഇതൊരു പരിഹാരമാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വഖദ് ഹറസ്തു ഫി അല ഈജാസിൽ ഇബാറ വസുഹൂലത്തിഹ. ഞാൻ ഇതിലെ ഇബാറത്തുകൾ വളരെ ചുരുക്കാൻ സംക്ഷിപ്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എളുപ്പമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും അവർക്ക് സാധിക്കാൻ വേണ്ടി. റാജിയൻ മിൻ അല്ലാഹിൽ ലത്തീഫുൽ ഖബീർ യൻഫഅനി വഇയ്യാഹും വജമീ ഇഖ്വാനി ഫീ ദാലിക. ലത്തീഫും ഖബീറുമായ അല്ലാഹു എനിക്കും അവർക്കും എല്ലാ സഹോദരങ്ങൾക്കും ഇതുകൊണ്ട് ഉപകാരം നൽകട്ടെ ഈ പുസ്തകം കൊണ്ട്. വസല്ലല്ലാഹു വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. കതബഹു അബു അബ്ദുല്ലാ അഹ്മദ് ബിൻ മുഹമ്മദ് അശ്ശഹി. ഇതാണ് മുഖദ്ദിമയിൽ അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അതുകൊണ്ട് മുഖവരിയിൽ അദ്ദേഹം പറഞ്ഞ ഇത് നമുക്കുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സലഫിയത്തിലേക്ക് മടങ്ങി വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മളടക്കമുള്ള ആളുകൾക്ക് സലഫിയത്തിനെ പറ്റിയുള്ള ഒരു ഉറച്ച നിലപാടിലെത്താതെ നമുക്ക് പതർച്ചയും ചാഞ്ചല്യവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം? ഒന്ന്, നമ്മുടെ എതിരാളികൾ പ്രചരിപ്പിക്കുന്ന ശുബ്ഹാത്തുകൾ. നിങ്ങൾ അങ്ങനെ സലഫിയായ, ഞങ്ങൾ പണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പക നടപ്പിലാക്കാൻ കഴിയും, യുദ്ധം നടപ്പിലാക്കാൻ കഴിയും, അല്ലേ? പല ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ വലിയ സലഫിയാണ്, നിങ്ങൾക്ക് അത് കഴിയുണ്ടോ ഇത് കഴിയുണ്ടോ? അപ്പൊ ഈ കാലത്ത് സലഫിയത്ത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയില്ല, അതുകൊണ്ട് അതിലേക്കൊന്നും പോകണ്ട, ഇപ്പൊ ഈ പൂർണ്ണമായി ഇങ്ങനെ പോയാൽ മതി എന്നൊരു കൂട്ടര്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സലഫിയത്ത് അതിൽ കൊണ്ടുവരും, അങ്ങനെയാണെങ്കിൽ സലഫിയത്ത് ഇതിൽ കൊണ്ടുവരും, ചോദ്യങ്ങൾ, ഇങ്ങനത്തെ ശുബ്ഹാത്തുകള്. രണ്ടാമത്തത്, എന്തു ചെയ്യണം ഞങ്ങളെന്ന് ബന്ധപ്പെട്ട ഉലമാക്കളോട് നമ്മൾ ചോദിക്കണം. അത് ചോദിക്കാത്തല്ല നമുക്ക് ഈ പതർച്ച ഉണ്ടാകുന്നതാണ് ശൈഖ് അവറുകൾ പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അൽ വസിയ്യത്തുൽ ഊല, ഒന്നാമത്തെ വസിയ്യത്ത് എന്താ? യഹ്മദില്ലാഹ് അലാ ഹാദിഹി നിഅമ വഷ്കുർഹു അലൈഹാ. ഈ നിഅമത്തിന് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അതിന്റെ പേരിൽ അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി പറയുകയും വേണം. നിഅമത്തുൻ അളീമത്തുൻ യമുന്നുല്ലാഹു ബിഹാ അലാ മൻ യശാഉ മിൻ ഇബാദിഹി ഫഹ്സിൻ ഫീ ശുക്രിഹാ വസ്തിഅമാലിഹാ. നമുക്ക് സലഫിയത്തിൽ അഹ്ലുസുന്നത്തിന്റെയും ആദർശത്തിൽ എത്താൻ സാധിച്ചു എന്നത് വല്ലാത്ത ഒരു നിഅമത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹിദായത്താണല്ലോ വലിയ നിഅമത്ത്, അല്ലേ? 5 നേരം നമ്മൾ ഫാത്തിഹ സൂറത്തിൽ ചോദിക്കുന്ന എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾ നയിക്കണേ, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ. അത് കറക്റ്റായിട്ട് പറഞ്ഞു. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, അല്ലെ? അംബിയാക്കള്, ശുഹദാക്കള്, സാലിഹീകൾ എന്നിവരുടെ മാർഗം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമായവരുടേതല്ലാത്ത മാർഗം. വലദ്ദാലീൻ, വഴിവെച്ചിയവരുടേതല്ലാത്ത മാർഗം. അതേതാ 2 മാർഗവും? മഗ്ലൂബിൻ അലൈഹിമാരാ? യഹൂദികളാണ്. അതുപോലെ ളാലീൻ ആരാണ്? ക്രിസ്ത്യാനികളാണ്. അപ്പൊ ആ മാർഗത്തിൽ പെടാതെ അംബിയാവിന്റെ മാർഗത്തിൽ ചേർക്കണം എന്നുമെന്നും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. മാത്രമല്ല ഹിദായത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി, ഇസ്തിഖാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരല്ലേ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. സ്വാഭാവികമായും നമ്മൾ ഇതിനെപ്പോഴും നന്ദി പറയണം. പടച്ചോനെ, എന്തെല്ലാം ശിർക്കിലും ഖുറാഫാത്തിലും ശുബ്ഹാത്തിലും പെട്ട്, അല്ലെ? നിരീശ്വരവാദത്തിൽപ്പെട്ട്, നിർമ്മതവാദത്തിൽപ്പെട്ട്, അതുപോലെ തീവ്രവാദ ആശയങ്ങളിൽപ്പെട്ട്, എങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു എന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, എന്നെ ഈ മാർഗത്തിൽ എത്തിച്ചല്ലോ എന്ന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ്, അല്ലെ? അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലെ? അള്ളാഹുവിനാണ് സർവസ്തുതി, അവൻ നമ്മളെ ഇതിലേക്ക് നയിച്ചു. അവനില്ലായിരുന്നുവെങ്കിൽ, അല്ലല്ലായിരുന്നെങ്കിൽ, അല്ല നമ്മളെ നയിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഹിദായത്തിൽ എത്താൻ സാധിക്കുമായിരുന്നോ? അല്ല. അപ്പൊ ആ ഒരു ഹംദ് എപ്പോഴും വേണം. പിന്നെ ശൈഖ് പറയണം, തദക്കർ, നീ ഓർക്കണം, സലഫിയത്തിലേക്ക് മടങ്ങി വന്ന സഹോദര, നീ ഓർക്കണം, അന്നഹു കം മിൻ മഗ്മൂരിൻ ഫി ശുബ്ഹാത്തി തുശദ്ദിഖു ബിഹി ശുബ്ഹത്തുൻ വതുഗരിബു ബിഹി ഉഖറ ലാ യദ്രി കൈഫ ഖലാസുഹു. ശുബ്ഹാത്തുകളിൽ അകപ്പെട്ട് ശുബ്ഹാത്തുകൾ കൊണ്ട് മൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളുണ്ട്.
സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും കൊണ്ട് ഒന്നും തിരിയാണ്ട് അല്ലേ അതിന് രക്ഷപ്പെടൽ എങ്ങനെയെന്ന് അറിയാത്ത ആളുകളുണ്ട്. അവരെ നീ ഓർക്കണം. അതുപോലെ ദേഹേച്ഛകൾ കൊണ്ട് ദേഹേച്ഛകളിൽ ആണ്ടുപോയ ആളുകൾ അല്ലേ, അതിൽപ്പെട്ടിട്ട് അതിൽ ബന്ധിക്കപ്പെട്ട് സ്വാധീനിക്കപ്പെട്ടിട്ട് എങ്ങനെയാണ് അതിന് രക്ഷപ്പെടുക എന്ന് തിരിയാത്ത ആളുകൾ. അത്തരം ആളുകളെയൊക്കെ നീ ഓർക്കണം. അങ്ങനത്തെ വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയില്ല. ഫഷ്കുരില്ലാഹ അയ്യുഹത് തായിബ്. അതുകൊണ്ട് സലഫിയത്തിലേക്ക് മടങ്ങി വന്ന സഹോദര, നീ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. വഅലം അന്ന ഹാദിഹി നിഅമ മിനല്ലാഹി വഹ്ദ. ഈ നിഅമത്ത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണെന്ന് നീ അറിയണം. ലാ ഹൗല വലാ ഖുവത ലക ഫീഹാ ഇല്ലാ ബില്ലാഹിൽ ലത്തീഫുൽ ഖബീർ. ദയാപരനായ സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നിനക്ക് യാതൊരു കഴിവും ശക്തിയുമില്ല. അള്ളാഹുവാണ് നിനക്കിതിന് അനുഗ്രഹം ചെയ്തത്. ഫഹുവല്ലദീ ലതഫ ബിക. അവൻ നിന്നോട് ദയ കാണിച്ചു. വഹദാക, നിന്നെ ഹിദായത്തിലാക്കി. വലം യുമിത്ക വഅൻത ഗാരിഖുൻ ഫി ശുബ്ഹാത്തി വശർവാത്ത്. ഈ ദേഹേച്ഛകളിൽപ്പെട്ടോ ആശയക്കുഴങ്ങളിൽപ്പെട്ടോ നീ ഉഴറി നടന്ന കാലത്ത് അന്ന് നിന്നെ മരിപ്പിച്ചെങ്കിലോ? അത് നീ മരിപ്പിച്ചിട്ടില്ലല്ലോ അള്ളാഹു നിന്നെ. അതിന്നൊക്കെ വിട്ട് നിനക്ക് തൗബ ചെയ്ത് സലഫിയത്തിലും അഹ്ലുസുന്നത്തിലും വരാൻ നിനക്ക് സാധിച്ചല്ലോ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് നീ എപ്പോഴും കാണും. ഫലഹുൽ ഹംദു ഫിൽ ഊലാ വഫിൽ ആഖിറ. അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഇഹത്തിലും പരത്തിലും ആർക്കാണ് സ്തുതി? സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. പിന്നെ അദ്ദേഹം ഒരു ആയത്തെടുത്ത് കൊടുത്തിട്ടുണ്ട്, ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. സൂറത്ത് ഇബ്രാഹിമിലെ 34-ാമത്തെ ആയത്ത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എണ്ണി തിട്ടപ്പെടുത്താൻ അത്രമാത്രം നിഅമത്തുകൾ, പ്രത്യക്ഷവും പരോക്ഷവുമായ നിഅമത്തുകൾ അള്ളാഹു നമുക്ക്. ആ നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്താണെന്ത്? ഹിദായത്ത് എന്ന നിഅമത്ത്. അപ്പൊ അഹ്ലുസുന്നയുടെ മാർഗത്തിൽ എത്തിപ്പെടാൻ സാധിച്ചതിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ അദ്ദേഹം പറയുന്നൊരു വിഷയം, വഇയ്യാക അഖി അത്തായിബ് വൽഉജ്ബ വൽഗുറൂർ അവിൽ മന്ന അലല്ലാഹി ഫീ ദാലിക്. സഹോദര, സലഫിയത്തിലേക്ക് മടങ്ങി വന്ന സഹോദര, നീ ഉജ്ബിനെ സൂക്ഷിക്കണം. ഉജ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പ്. ഞാൻ തരക്കേടില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അല്ലേ, പിന്നെ ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കൂല, ഞാനൊക്കെ കഴിഞ്ഞ ആളല്ലേ എന്നൊരു വിചാരം. എനിക്ക് എന്താ കുഴപ്പം, ഞാൻ അങ്ങനെ ചെയ്യണില്ലേ, ഞാൻ അങ്ങനെ ചെയ്യണില്ലേ. സ്വന്തത്തെക്കുറിച്ചൊരു മതിപ്പ്, ഇതിനെന്താ പറയാ? ഉജ്ബ്, ഇഅ്ജാബു ബിന്നഫ്സ് വൽ ഗുറൂർ. ഗുറൂർ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെടുക. തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിലും തന്റെ കഴിവുകളിലും ഒക്കെ വഞ്ചിക്കപ്പെടുക. അതും ഇതിന്റെ മറ്റൊരു ഭാഗമാണ് അല്ലേ. താനെല്ലാം തികഞ്ഞവനാണെന്ന ചിന്തയുടെ മറ്റൊരു ഭാഗമാണ് ഉജ്ബും ഗുറൂറും. അത് നീ സൂക്ഷിക്കണം. അവിൽ മന്ന അലല്ലാഹി ഫീ ദാലിക. പിന്നെ അള്ളാഹിനോട് നമ്മളെന്തോ ഒരു ദാക്ഷിണ്യം, അള്ളാഹ്ക്ക് വേണ്ടി നമ്മളെന്തോ ചെയ്തതുപോലെ അള്ളാഹിനോട് എടുത്തു പറയാം. നമ്മളൊക്കെ ഇങ്ങനെ മുസ്ലിം ആയതുകൊണ്ട് അള്ളാഹ്ക്ക് എന്തോ ഗുണം കിട്ടുന്ന പോലെ അല്ലേ. കുല്ലാ തമുന്നു അലയ്യ ഇസ്ലാം. നിങ്ങൾ ഇസ്ലാം ആയതിന്റെ എനിക്ക് ചെയ്ത ദാക്ഷിണ്യമായി എടുത്തു പറയേണ്ടെന്ന് ഖുർആനിലില്ലേ. അതുപോലെ ഒരു ആയത്തുപടി, കദാലിക കുന്തും മിൻ ഖബൽ ഫമന്നല്ലാഹു അലൈക്കും. നിങ്ങളും ഇതുപോലെ ആയിരുന്നു, അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തതാണ്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ അള്ളാഹിനോട് എന്തെങ്കിലും ദാക്ഷിണ്യം കാണിച്ചതാണ് എന്ന് നിങ്ങൾ കരുതരുത്. വഇയ്യാക വഇയ്യാക വസ്സുഖ്രിയ അവിഹ്തികാറൽ ആഖരീന വൽമുബ്തലീന മിമ്മാ അഫാക അല്ലാഹു മിൻഹു ബൽ ഇഹ്മദില്ലാ അലാ നാഫാക വലം യബ്തലീക ബിമബ്തലാഹും. കണ്ടോ, നീ സൂക്ഷിക്കണം. കണ്ടോ, അള്ളാഹുവിന്റെ നിഅമത്താണ് ഇതെന്ന ചിന്തയോടൊപ്പം തന്നെ ഒരു അഹങ്കാരവും നമുക്ക് തീണ്ടാൻ പാടില്ല. സലഫിയത്തിലേക്ക് വരുന്ന ആളുകൾക്ക് എനിക്കൊക്കെ തേഞ്ഞു, ഇനിയിപ്പിനിക്കൊന്നും ഇല്ല എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇയ്യാക വയ്യാക സുഖരിയ, പരിഹാസത്തെ നീ സൂക്ഷിക്കണം. നീ ഏതൊന്നിലായിരുന്നോ അതിലിപ്പോഴും അകപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട്. അവരെ കാണുമ്പോൾ പരിഹസിക്കല്ല വേണ്ടത്, അവരോട് നിനക്ക് സഹതാപമാണ്. എന്തൊരു വിവരമില്ലാത്ത മനുഷ്യന്മാർ എന്തെല്ലാം കാട്ടിക്കൂട്ടും അല്ലേ. ജാറത്തിന്റെ അവിടെ കിടന്നിട്ട് ആളുകൾ കാണിക്കുമ്പോലെ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്, ഇത് വിവരമില്ലാത്ത മനുഷ്യന്മാര്. അവരോട് നമുക്ക് സഹതാപമാണ് വേണ്ടത്. നമ്മുടെ കുടുംബത്തിലായാലും നമ്മളെ സുഹൃത്തുക്കളിലായാലും അവരെ പരിഹസിക്കുന്നത് മനസ്സിലാണ്. അവരെ പരിഹസിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവിഹ്തിക്കാറിലാഹരീന, നിന്നെ ഏതൊന്നിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയോ അതിലിപ്പോഴും അകപ്പെട്ട് കിടക്കുന്ന ആളുകളെ നിസാരമാക്കുന്നതിനെ നീ സൂക്ഷിക്കണം. വലിഹ്മദില്ല, നീ അള്ളാഹ്ക്ക് സ്തുതി പറയണം. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയല്ലോ. അവരെ ഇപ്പോൾ അള്ളാഹു ഏതൊന്നുകൊണ്ട് പരീക്ഷിച്ചോ അതിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് നീ വിചാരിച്ച് അള്ളാഹ്ക്ക് സ്തുതി പറയണം. അങ്ങനെ പരീക്ഷിതനായ പരീക്ഷണത്തിൽ അകപ്പെട്ട ഒരാളെ കാണുമ്പോൾ നമ്മളോട് പറയാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട് അല്ലേ. കൈയില്ലാത്ത ഒരാളെ, കണ്ണില്ലാത്ത ഒരാളെ, അങ്ങനെ കുഴഞ്ഞു പോയ ഒരാളെ, അങ്ങനെയെങ്കിൽ അംഗവൈകല്യം പറ്റി അങ്ങനെയൊക്കെയുള്ള ആളെ കാണുമ്പോൾ പറയാൻ പറഞ്ഞ പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബിഹി
അള്ളാഹു നിന്നെ ഏതൊന്നുകൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടോ അതിൽ നീ എന്നെ രക്ഷപ്പെടുത്തി അള്ളാഹ് സ്തുതി. അത് അയാളെ കേൾക്കെ പറയണമെന്നല്ല കേട്ടോ. നമ്മള് മനസ്സിൽ പറയേണ്ട പ്രാർത്ഥനയാണത്. വഫല്ലനി അലാ കതീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. അവൻ സൃഷ്ടിച്ച മിക്ക സൃഷ്ടികളെക്കാൾ എന്നെ ശ്രേഷ്ഠനാക്കി അള്ളാഹുവിനാണ് സർവസ്തുതി. ഇതുപോലെ ഈ ആശയക്കുഴപ്പങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ സഹതാപത്തോടെ നമ്മൾ പറയേണ്ട പ്രാർത്ഥന ഇതാണ്. വാഷ്ഫിഖ് അലൈഹിം, നീ അവരോട് സഹതാപം കാണിക്കണം. വർഹംഹും, അവരോട് കരുണ കാണിക്കണം. വതമന്ന ലഹും മാ അതാക അല്ലാഹു മിനൽ ഖൈരി വൽ ഹുദാ, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള ഈ നന്മയും ഈ സന്മാർഗവും അവർക്കും അവൻ നൽകട്ടെ എന്ന് നീ ആഗ്രഹിക്കണം. കണ്ടോ, അതാണ് വേണ്ടത്. പിന്നെ വഅലം വഫഖക അല്ലാഹു അന്നഹു ലാ ബുദ്ദ ലക മിൻ സിൽകിൽ അസ്ബാബിൽ മുഈനതി അലാ തസ്ഹീഹി തൗബതിക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഖുറാഫാത്തിൽ നിന്ന് വന്ന ആളായാലും ഹിസ്ബി സംഘടനകളിൽ നിന്ന് വന്ന ആളായാലും അതുപോലെ എന്തിൽ നിന്ന് വന്ന ആളുകളായാലും നമ്മൾ അള്ളാഹു അത് ഏതൊന്നും രക്ഷപ്പെടുത്തിയോ ഇപ്പോഴും അതിൽ പെട്ട് കിടക്കുന്നവർ അവരെ രക്ഷപ്പെടുത്തണം എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. അവർക്കിത് ബോധ്യപ്പെടാൻ ചിലപ്പോൾ സമയമെടുത്തും. ക്ഷമയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ആ ക്ഷമയോടുകൂടി നമ്മൾ അവർക്ക് വീണ്ടും വീണ്ടും കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവരെ തള്ളിക്കളയല്ല വേണ്ടത്. കാരണം അവരെ നേതാക്കന്മാരും സാധാരണക്കാരും ഒരുപോലെയല്ല. നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് വേറെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ സാധാരണക്കാർ അങ്ങനെ ആവില്ല, അവൻ പെട്ടുപോയതാവും. അപ്പൊ അവരെ വീണ്ടും വീണ്ടും കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാൻ, ഒരു സഹതാപം കാണിക്കുകയാണ് വേണ്ടത്. പിന്നീട് ഷെയ്ഖ് പറയാണ്, ലാ ബുദ്ദ ലക മിൻ സിൽകിൽ അസ്ബാബിൽ മുഈനതി അലാ തസ്ഹീഹി തൗബതിക ബിജിദ്ദിൻ വനശാത്തിൻ വസിദ്ഖിൻ വഇഖ്ലാസ്. നീ തൗബ ചെയ്ത് മടങ്ങി നിന്റെ തൗബ സത്യസന്ധമാകണമെങ്കിൽ, തൗബ ശരിയാകണമെങ്കിൽ വളരെ ഉത്സാഹത്തോടും സത്യസന്ധതയോടും ഇഖ്ലാസോടും കൂടി നിന്റെ തൗബ നന്നാക്കുന്ന മാർഗത്തിൽ നീ പ്രവേശിക്കണം. തൗബന്റെ ഷർത്തുകൾ പറയാറുണ്ട് അല്ലെ പണ്ഡിതന്മാര്. ഇവർ റിയാദു സാലിക്ക് നവവിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, ചെയ്തു പോയ തെറ്റുകളെ പറ്റി ഖേദം തോന്നുക, അല്ലെ, ഇനി ആ തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന് തീരുമാനിക്കുക, അല്ലേ, പിന്നീടുള്ള ജീവിതം നന്നാക്കുക, ഇതൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ തൗബ ശരിയാകാനുള്ള മാർഗങ്ങളാണ്. അതുപോലെ നീ സലഫിയത്തിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ഇനി നീ നിന്റെ തൗബ നന്നാക്കുന്ന മാർഗങ്ങളിൽ പ്രവേശിക്കണം. അതാണ് വേണ്ടത്. അത് വളരെ ഉത്സാഹത്തോടെ, ജിദ് എന്ന ക്ലേശത്തോടെ, നശാത്ത് എന്ന ഉത്സാഹത്തോടെ, സിദ്ഖ് എന്ന സത്യസന്ധതയോടെ, ഇഖ്ലാസ് എന്ന ആത്മാർത്ഥത, വേറെ അല്ലാഹ് കൂട്ടി മാത്രമാകുക, ഇതോടുകൂടി നീ നിന്റെ തൗബ ശരിയാക്കാൻ ശ്രമിക്കണം. ഇതാണ് ഒന്നാമത്തെ വസിയത്ത്. അപ്പൊ ഒന്നാമത്തെ വസിയത്ത് എന്താ? സലഫിയത്തിലേക്ക് മടങ്ങിയുള്ള ഒന്നാമത്തെ വസിയത്ത്, ഒന്നാമത്തെ ഉപദേശം എന്താ? ആദ്യം ഇതിന്റെ ഹെഡിങ് എന്താ? ഈ നിഅമത്തിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക. പിന്നെ എല്ലാം തികഞ്ഞു എന്ന വിചാരം ഇല്ലാതിരിക്കുക. ഇതൊക്കെ അള്ളാന്റെ അനുഗ്രഹമാണ് എന്ന ഒരു നന്ദി എപ്പോഴും. പിന്നെ ഇപ്പോഴും ഇതിൽ പെട്ടുകിടക്കുന്ന ആളുകളോട് ഒരു സഹതാപമാണ് നമുക്ക് വേണ്ടത്, പരിഹാസമല്ല വേണ്ടത്. അവരുടെ സാധാരണക്കാരോട്, മറ്റൊരു നേതാക്കന്മാർ പിന്നെ കരുതി കൂട്ടി താല്പര്യം കൊണ്ട് അവരോടും സാധാരണക്കാർ ഒരുപോലെ കാണാൻ പാടില്ല. സാധാരണക്കാരോട് നമുക്ക് എന്താ വേണ്ടത്? സഹതാപമാണ് വേണ്ടത്. ലോകമുക്തതിയാണ്, ഓനഞ്ഞു നോക്കണ്ട എന്ന നിലക്കല്ല ഓനെ നമ്മൾ. അതേസമയത്ത് അതിൽ മാത്സര്യത്തോടുകൂടിയും എത്ര പറഞ്ഞിട്ടും പിന്നെ ഇതില് ചെവി കൊടുക്കാത്ത അവരെ നമ്മൾ വിട്ടേരും. അല്ലാത്ത ആളുകളില്ല, തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് നിൽക്കുന്നത്, അവരുടെ സഹതാപമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ ഈ മടങ്ങി വന്ന ആളുടെ മടക്കം നന്നാകണമെങ്കിൽ അതിൻ്റെതായ മാർഗങ്ങളിൽ നമ്മൾ പ്രവേശിക്കണം. ഇനി ആ മാർഗങ്ങളാ പറയാൻ പോണത്. രണ്ടാമത്തെ വസിയ്യത്ത്, അൽ വസിയ്യത്തു സാനിയ തലബുൽ ഇൽമി അസാസുൻ ഫീ തസ്ഹീഹി തൗബതിക. കാരണം തൗബ ശരിയാക്കാനുള്ള മാർഗത്തിൽ പ്രവേശിക്കണം. തൗബ ശരിയാക്കാനുള്ള മാർഗത്തിൽ പ്രവേശിച്ചാൽ നീ ഒന്നാമത് ചെയ്യേണ്ട കാര്യമാണ്, അതാണ് തലബുൽ ഇൽമി. നിന്റെ തൗബ നന്നാക്കുന്നതിലുള്ള അടിസ്ഥാനം എന്താണ്? അത് തലബുൽ ഇൽമാണ്. ഇൽമ് അന്വേഷിക്കാണ് വേണ്ടത്. കാരണം എന്താ? എന്തുകൊണ്ടാ ആദ്യം വേണ്ട തലബുൽ ഇൽമ എന്ന് പറയാൻ കാരണം? കേട്ടോളൂ. ഫൽ ഇൽമു അസാസു ഫീ തസ്ഹീഹി തൗബതിക. നിന്റെ തൗബ നന്നാക്കി തീർക്കുന്ന അടിസ്ഥാനം ഇൽമാണ്. വദാലിക ലി അംറൈനി. അങ്ങനെ പറയാൻ കാരണം രണ്ട് കാരണങ്ങളാണ്. അൽ അവൽ അന്ന ശുബ്ഹാത്തി ഫിൽ ഗാലിബി തകൂനു മുതഅല്ലിഖതൻ ഫീ ഖൽബിക വഅഖ്ലിക ഫഇൻ ലം തുസഹിയ ബിൽ ഇൽമി നാഫിഅ فإنك ستجد نفسك مستصحبا لهذه الشبه في أقوالك وأعمالك وأحوالك بل وفي دعوتك كما هو حال كثير من الناس
അല്ലദീന ഖഫസു മിന തൗബത്തി ഇല ദഅവ. കണ്ടോ, ശുബ്ഹാത്തുകൾ. നമ്മൾ ഒരുപാട് ആശയക്കുഴപ്പങ്ങളിൽ പെട്ട് കിടക്കുകയായിരുന്നു. ആശയക്കുഴപ്പങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടത്. ഈ ആശയക്കുഴപ്പങ്ങൾ മിക്കവാറും നമ്മുടെ ഹൃദയവും ബുദ്ധിയുമായി ബന്ധിക്കപ്പെട്ടതായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ശരിയായ ഇൽമു കൊണ്ട്, നാഫിയായ ഇൽമു കൊണ്ട് അതിനെ ശരിയാക്കിയിട്ടില്ലെങ്കിൽ എന്താകും? ഈ ശുബ്ഹത്തുകൾ പിന്നെയും നിന്റെ വാക്കിലും പ്രവൃത്തിയിലും നിന്റെ അവസ്ഥകളിലൊക്കെയും നിന്നോടൊപ്പം ഉണ്ടാകും. അത് നിന്റെ ദഅവത്തിലും പ്രതിഫലിക്കും. എന്നിട്ട് പറയാ, ശൈഖ് പറയാ, ബോൾഡാക്കി കൊടുത്തിരിക്കുക, അല്ലദീന ഖഫസു മിന തൗബത്തി ഇല ദഅവ. സലഫിയത്തിലേക്ക് മടങ്ങി വന്ന ഉടനെ ദഅവത്തിലേക്ക് എടുത്തു ചാടിയ പലർക്കും സംഭവിച്ചതുപോലെ ദഅവത്തിലേക്ക് വേഗം എടുത്തു ചാടില്ല വേണ്ട. എന്ത് വേണം? ഒരുപാട് ശുബ്ഹാത്തുകൾ നമുക്കുണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ക്ലാരിറ്റി വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യേണ്ടുള്ളൂ? ദഅവത്തിലേക്ക് ഇറങ്ങേണ്ടതുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ പല ആളുകളുണ്ടോ ദഅവത്ത് മുടക്കി എന്നിട്ട് ഭയങ്കരമായ ആക്ഷേപം നമ്മളവിടെ. നമ്മളാരും ദഅവത്ത് മുടക്കിയിട്ടില്ല. ആരെങ്കിലും പെർമിഷൻ മുടക്കാൻ പോവുകയും ആരെങ്കിലും നോട്ടീസ് കീറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? പഴയ ദഅവാ ശൈലികളിൽ ശരി തെറ്റുകൾ നമ്മൾ സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് പഠിക്കണം. അത് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലേ ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വാദപ്രതിവാദം, മുഖാമുഖം, പൊതുസ്ഥലത്ത് സത്യനിഷേധികൾ കേൾക്കെയുള്ള ഖണ്ഡന മണ്ഡനം, അമുസ്ലിങ്ങളെ പങ്കെടുപ്പിച്ചുള്ള ഡിബേറ്റ്, വേദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രസംഗിക്കൽ, ഇങ്ങനെ ഒരുപാട് വിശദമായി പറയേണ്ടത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എന്ത് വേണം? മനസ്സിലാക്കണം. നമ്മൾ ചോദിക്കണം, ഉലമാക്കളോട് ചോദിക്കണം. നമ്മൾ സലഫിയത്തിലേക്ക് തൗബ ചെയ്തു വന്നാൽ പിന്നെ ആദ്യം വേണ്ടത് നമ്മളെ മാർഗം കറക്റ്റ് ആക്കണം. അതിനെന്ത് വേണം? നമ്മളെ കൽബിനെയും അഖലിനെയൊക്കെ ബാധിച്ചുള്ള ശുബ്ഹാത്തുകളെ ഇൽമു കൊണ്ട് നമ്മൾ ചികിത്സിക്കണം. അത് കണ്ട ആദ്യം തലബുൽ ഇൽമാണ് നിന്റെ തൗബ നന്നാക്കാൻ നിനക്ക് വേണ്ടത്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? പഴയതൊക്കെ ആളൊന്ന് പ്ലാറ്റ്ഫോം ഒന്ന് മാറിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രസംഗത്തിലും വാക്കിലും പെരുമാറ്റമൊക്കെ പഴയ തന്നെയായിരിക്കും. ഒന്നും പഠിക്കണില്ല. സലഫിയായി നിങ്ങൾ പറഞ്ഞിറക്കല്ലാതെ പഠിപ്പിലേക്ക് വന്നില്ലെങ്കിൽ, സലഫിയത്ത് എന്താണെന്ന് ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ പഴയ ആശയക്കുഴപ്പങ്ങളൊക്കെ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നിന്റെ ദഅവത്തിലും എല്ലാറ്റിലും പ്രതിഫലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ദഅവത്തിലേക്ക് എടുത്തു ചാടില്ല വേണ്ട. എന്ത് വേണം? ഇൽമ് നേടുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി തിരുത്തി പറയാൻ ഇടവരാത്ത വണ്ണം സലഫിയത്തിന്റെ അസലുകൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മുമ്പുള്ള ശുബ്ഹാത്തുകൾ നമുക്ക് ബാധിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ വഴി അതാണ്. ഇവിടെയാണ് നമ്മളെ നാട്ടിലിപ്പോ ഏത് സലഫി ആലിമിനോടാ ചോദിക്കുക? അല്ലേ? സലഫി ആലിമിന്റെ ലോകാടിസ്ഥാനത്തിന്റെ തർക്കത്തിലല്ലേ ഒരാൾ മറ്റയാൾ പറഞ്ഞത് ശരിയല്ല എന്നല്ല, ഇയാൾ പറഞ്ഞ അയാൾ ശരിയല്ല, ഇയാൾ ശരി, എങ്ങനെയൊക്കെയല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സലഫി ലോകാടിസ്ഥാനത്തിൽ സലഫി പണ്ഡിതന്മാർക്കിടയിലുള്ള ചില വിഷയങ്ങളിൽ തർക്കമുണ്ട്, നമ്മൾ സമ്മതിക്കാം. പക്ഷെ ആ തർക്കത്തിലൊന്നും ഇടപെടാതെ നിൽക്കുന്ന എത്രയോ പണ്ഡിതന്മാരില്ലേ? അവരോട് നമുക്ക് ചോദിക്കാലോ, അല്ലേ? ആ തർക്കത്തിന്റെ ന്യായാന്യതകൾ പരിശോധിക്കാനോ അതിൽ തർക്കത്തിൽ ഏർപ്പെട്ടവരെ കുറ്റം പറയാനോ നമ്മൾ ആളല്ല. അവർക്ക് അവരുടേതായ സ്റ്റാൻഡും ന്യായം അതിലുണ്ടാകും. അൽഹംദുലില്ലാഹ് അവർ അതിട്ട്. പക്ഷെ നമുക്കിപ്പോ തലബുൽ ഇൽമിന്റെ തുടക്കത്തിലാണ്. ഫാത്തിഹ സൂറത്ത് മുതൽ ഉസൂൽ സലാത്ത് മുതൽ പഠിച്ചു തുടങ്ങിയ അവിടെ നമ്മളിപ്പോ ലോക സലഫി ഉലമാക്കൾ തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ന്യായാന്യായതകൾ, അല്ലേ? ഹജൂരി മുബ്തദി ആണെന്ന് ശൈഖ് റബി പറഞ്ഞിട്ടുണ്ട്. മാറ്റിയാൽ ഹലബി മുബ്തദി എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഈ തർക്കത്തിലേക്ക് നമ്മൾ പൊതുസമൂഹത്തെ വലിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിട്ട് ബന്ധപ്പെട്ട അത് അറിയുന്ന ആളുകൾ അത് പഠിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവര് ബോധവാന്മാരാവും ചെയ്താൽ മതി. ദായിമാരും പഠിക്കും. സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് പഠിച്ചു കൊടുക്കേണ്ട വിഷയങ്ങൾ എന്താണ്? അവർക്ക് നമ്മൾ ദീൻ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ള ഉലമാക്കൾ ആരാണ്? ഈ തർക്കത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന എത്രയോ ഉലമാക്കളുണ്ട്, അല്ലേ? ഷെയ്ഖ് സാലിൽ ഫൗസാനെ പോലുള്ള, സുഹൈമിയെ പോലെയുള്ള, അതുപോലെ തന്നെ അബ്ദുൽ മുഹ്സിൻ അബ്ബാദിനെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ. അവരോട് നമുക്ക് ചോദിക്കാം, ഞങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം. അതൊക്കെ നമ്മൾ തീരുമാനിച്ചതായിരുന്നു. 6 ദിവസം മീറ്റിംഗ് കൂടി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനെ പറ്റി, അല്ലേ? 100ഓളം വിഷയങ്ങൾ. പിന്നെ ഒരു ദിവസം 10 മണിക്കൂർ എടുത്ത് 6 ദിവസം ചർച്ച ചെയ്തു. മൻഹജ് തയ്യാറാക്കണം, അത് സലഫി ഉലമാക്കൾക്ക് സമർപ്പിക്കണം. നല്ല റൂട്ടിലാണ് വന്നത്. പക്ഷെ എന്തുകൊണ്ടോ ശൈത്താൻ ഇടപെടുകയും അതിന് പുറകോട്ട് പോവുകയും ചെയ്തു. ഞാനിപ്പോ സലാല് വെച്ച് കാര്യപ്പെട്ട ഒരാളോട്, മുമ്പൊരു സംസ്ഥാന നേതാവൊക്കെ ആയിരുന്ന ഒരാളോട് സംസാരിച്ച അയാൾ പറഞ്ഞത് അവരെടുത്ത സ്റ്റെപ്പ് ശരിയാണ്. സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് മൻഹജ് തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്ന സ്റ്റെപ്പ് തെറ്റായിരുന്നു അവർക്ക് മനസ്സിലായി.
അപ്പൊ അവരിന്ന് പുറകോട്ട് വന്നു. അതിപ്പോ അത് ചോദിക്കണം നിങ്ങൾക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ, നിങ്ങൾ ചോദിച്ചോളി. അവർക്ക് ആർക്കും ചോദിക്കണമെന്ന അഭിപ്രായമില്ല. കണ്ടോ? അപ്പൊ പഴയ റൂട്ടിൽ തന്നെ പോവാണ്. ആ പഴയ റൂട്ടിൽ തന്നെ പോയാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? ഇതെന്തിനാ പറയണെന്നറിയോ? എല്ലായിടത്തും സലഫിയത്തിൽ ഖിലാഫാണ്. അപ്പൊ നമ്മളോടും ചില ഖിലാഫ് ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? സലഫിയത്തിന്റെ പേരിൽ വാശി പിടിക്കണ്ട. അത് പറയാനാണ്. അവിടേക്കാണ് കൊണ്ടുപോകും. അവിടെയും തർക്കമുണ്ട്, ഇവിടെയും തർക്കമുണ്ട്, മറ്റൊരുത്തും തർക്കമുണ്ട്, ഒക്കെ തർക്കമാണ്. അതുകൊണ്ട് നമ്മൾ തർക്കത്തിന് പോയാൽ ആ തർക്കമൊക്കെ, ചില തർക്കമൊക്കെ നമ്മളവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ എത്ര കറക്റ്റ് ആക്കാൻ നമ്മൾ നിൽക്കണ്ട. നമ്മളിപ്പോ ഈ പോണമായി ആ പഴയ സംഘടനാ സെറ്റപ്പിൽ എങ്ങനെയാണ്ട് പോയാൽ എന്നാ കുറച്ചൊരു സെൽഫിയത്തും വേണം അത്യാവശ്യത്തിന് എന്ന ഒരു ചിന്താഗതിയാണ് പലപ്പോഴും പല ആളുകളിൽ നിന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും തള്ളിപ്പറയാനോ സെൽഫി പരമാക്കുള്ള തർക്കത്തിൽ കക്ഷി ചേരാനോ ആ തർക്കത്തിലുള്ള പണ്ഡിതന്മാരെ മോശമാക്കാനോ നമ്മൾ പാടില്ല. ചില ആളുകളുടെ സംസാരത്തിലൊക്കെ അങ്ങനെ ഇപ്പൊ ഈ നെറ്റിലൊക്കെ കയറിയിട്ട് സാധാരണക്കാരെന്തല്ലോ ഉലമാക്കളെ പറ്റിയൊക്കെ പറഞ്ഞു വളരെ മോശമായി സംസാരിക്കാറുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ അതിൽ ഇടപെടാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. മനസ്സിലായില്ലേ? നമ്മൾ ഇൽമു പഠിക്കുന്നതിൽ, അത് ജീവിതത്തിൽ പകർത്തുന്നതിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധ ഊന്നുകയാണ് വേണ്ടത്. അതാണ് രണ്ടാമത്തെ വസിയത്ത്. തലബുൽ ഇൽമാണ് നിന്റെ തൗബ നന്നാക്കാനുള്ള ഒന്നാമത്തെ മാർഗം. കണ്ടോ? ഫഅസ്ബഹു യുനാദൂന ബിദ്ദഅവതി സലഫിയ്യ. അങ്ങനെ തലബുൽ ഇൽമു കൂടാതെ, ഇൽമു കൊണ്ട് ശുബ്ഹാത്തുകളെ ശരിയാക്കാതെ ദഅവത്തിലേക്ക് എടുത്തു ചാടി ഉണ്ടാകാൻ പോണ എന്താണ്? അവർ ദഅവ സലഫിയ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ലാകിന്നഹ മശൂബത്തുൻ ബിശുബ്ഹാത്തിൻ ഇഖ്വാനിയ്യത്തിൻ തജ്മീഇയ്യത്തിൻ ഔ ഖുത്ബിയ്യത്തിൻ തക്ഫീരിയ്യത്തിൻ ഔ സുറൂറിയ്യത്തിൻ ഹിസ്ബിയ്യത്തിൻ. കണ്ടോ? സലഫിയ സലഫിയ എന്ന് പറയും. പക്ഷെ ഇഖ്വാനികളുടെ ആളെ കൂട്ടുന്ന സംശയങ്ങൾ, അതുപോലെ സയ്യിദ് ഖുത്ബുമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ഇപ്പോൾ കുഫറിലാണെന്ന് പറയുന്ന തക്ഫീരിയായ ആദർശങ്ങൾ, അല്ലെങ്കിൽ സലഫിയത്തിൽ കടന്നുകൂടി സലഫിയത്തിനെ ദുഷിപ്പിക്കാൻ ശ്രമിക്കുന്ന സുറൂറികളുടെ ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ ഫസൂറത്തു സലഫിയ. സൂറത്ത് രൂപം, പ്രത്യക്ഷത്തിലുള്ള രൂപം സലഫിയായിരിക്കും. വദ്ദൗഖു വറായിയതു ഗൈറ ദാലിക്. പക്ഷേ അതിന്റെ മണവും രുചിയും ഒക്കെ വേറെന്തൊക്കെയായിരിക്കും. ഫസാറത്ത് ദഅവതുഹും സലഫിയ്യതു ളിന്ന മആയീറ മുഅയ്യന കാന അസാസുഹാ ശുബ്ഹാത്തിൻ ഖബ്ല തൗബതി ഇസ്തസ്ഹബൂഹാ വലം യുസഹിഹൂഹാ. അങ്ങനെ അവരുടെ സലഫി ദഅവത്ത് ചില പ്രത്യേക മാനദണ്ഡങ്ങൾക്കുള്ളിലായി പോകും. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനം പരിശോധിച്ചാൽ ഇയാൾ തൗബ ചെയ്തു വരുന്നതിനുമുള്ള ശുബ്ഹാത്തുകൾ തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. അതിപ്പോഴും അയാളോടൊപ്പമുണ്ട്, അയാളെ തിരുത്തിയിട്ടില്ല. അപ്പൊ തൗബ, സലഫിയത്തിലേക്ക് തൗബ ചെയ്തു വന്നവർ, അവർ ഇൽമു കൊണ്ട് അവർ പഴയ ശുബ്ഹാത്തുകളെ തിരുത്തിയിട്ടില്ലെങ്കിൽ പേരിൽ മാത്രമേ സലഫിയത്ത് ഉണ്ടാവുള്ളൂ. അതിന്റെ മണവും രുചിയൊക്കെ വേറെ ആയിരിക്കും എന്നാണ് ഷെയ്ഖ് അവർ പറയുന്നത്. ഷെയ്ഖ് പറയാണ് ഫഹാദാ യുനാദി ബിൽ ഇമാറത്ത് ദഅവിയ്യ വദാക യുഅത്തിലു ബഅദ അൽ-ഉസൂൽ അൽ-സലഫിയ്യ ബിദഅവ അൻ തുസബ്ബിബ് ഖസ്വതൻ ഖൽബിയ്യ ഔ തുഖത്തി അലാഖൻ അഖവിയ്യ. ഒരാൾ പറയും, പിന്നെ യാത്രയിൽ അമീറുള്ളതുപോലെ നമുക്ക് ദഅവാ കൂട്ടായി നിൽക്കുമ്പോൾ ഒരു അമീർ വേണം അല്ലേ? എന്നിട്ട് ആ അമീറിനനുസരിക്കണ്ടേ? അത് വാജിബല്ലേ? അതുപോലെ തന്നെ സംഘടനാ നേതാക്കളും ഉലുൽ അംറാണ്, അവരനുസരിക്കൽ വാജിബാണ് എന്ന് അത് ഇമാറത്തു ദഅവിയ്യ. ഈ ദഅവത്തിന്റെ യാത്രക്കുള്ള ഇമാറത്ത് പറഞ്ഞിട്ട് ദഅവത്തിന്റെ ഇമാറത്ത് വേണമെന്ന് വാദിക്കുന്നത് തനിച്ച ബിദ്അത്താന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അല്ലെങ്കിൽ അയാൾ പറയും സലഫികളുടെ ചില ഉസൂലുകൾ അത് നമ്മൾ അങ്ങനെ തന്നെ നടപ്പിലാക്കിയാൽ ആളുകൾ നമ്മൾ അകന്നു പോകും. അത് ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാക്കുന്ന, പിന്നെ സാഹോദര്യ ബന്ധങ്ങളെ ഒലിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ എടുക്കാൻ പോണ്ട. വഹാദ യുഖരിർ അഫ്കാറൻ ഖുത്ബിയ്യ. ഒരാളിതാ സയ്യിദ് ഖുത്ബിന്റെ ആശയങ്ങളാ അവതരിപ്പിക്കുന്നത്. വദാക യദ്ഉൽ ഹിസ്ബിയ. വേറൊരുത്തൻ സലഫിയ എന്ന് പറഞ്ഞിട്ട് ഹിസ്ബിയത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. വഹാദ യഖ്മിലു അഫ്കാറൻ തഹീജിയ. വേറൊരുത്തൻ സലഫിയ എന്ന് പറഞ്ഞിട്ട് ആളുകൾ അടക്കി വിടുന്ന, ഭരണകൂടത്തിനെതിരിലും അതുപോലെ സമൂഹത്തിനെതിരെ ആളുകൾ അടക്കി വിടുന്ന വൈകാരിക ആശയങ്ങളാ പറയുന്നത്. വദാക യൻസിബു ഖൈമത്തൻ തജ്മീഇയ്യ. ആളെ കൂട്ടുന്ന ഹൈമകൾ അല്ലേ? പിന്നെ വേനൽക്കാലത്തൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് ആണെന്നും പറഞ്ഞിട്ട് അല്ലേ? എന്നിട്ട് ഓരോന്ന് അടിച്ചു കയറ്റുമല്ലോ. അങ്ങനത്തെ ഇഖ്വാനികളുടെ സ്വഭാവം. കുല്ലു ദാലിക ബിസ്മി സലഫിയ്യ. ഇതൊക്കെ ചെയ്യുന്നത് സലഫിയത്തിന്റെ പേരിലാണ്. ഫഇലല്ലാഹിൽ മുസ്തഖ. അല്ലാഹുവിന്റെ മൊത്തമാണ് നമുക്ക് അവലാതി പറയാനുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ടോ? അപ്പൊ ശേഖ് അവറുകൾ ഇവിടെ പറഞ്ഞത് രണ്ട് കാരണങ്ങളാണ് നിന്റെ തൗബ നന്നാകണമെങ്കിൽ ഇൽമാണ് അടിസ്ഥാനം എന്ന് പറയാൻ രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം ഈ ശുബ്ഹാത്തുകൾ നിന്റെ ഹൃദയവുമായും നിന്റെ അഖലുമായും ബന്ധപ്പെട്ടതായിരിക്കും. അത് ഇൽമു കൊണ്ട് തിരുത്തിയില്ലെങ്കിൽ പഴയ ശുബ്ഹാത്തുകളൊക്കെ എന്നോടൊപ്പം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇൽമു കൊണ്ട് തിരുത്തണം. ഇൽമു കൊണ്ട് തിരുത്താത്തോണ്ട് എന്താ സംഭവിക്കുന്നത്?
രൂപം സലഫി ആയിരിക്കും, പക്ഷേ ഉള്ള് ഇഖ്വാനിസോ കുത്തുബിസോ സുറൂരിസോ ഹിസ്ബിസോ ഒക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. സലഫിയത്ത് കറക്റ്റായിട്ട് പഠിക്കാതെ സലഫിയത്തിന്റെ ദഅവത്തിനിറങ്ങിയാൽ എന്തുണ്ടാവും? രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം അന്നഹു ഖദ് തഅസിഫു ബിക ശുബ്ഹത്തുൻ ആസിഫ ഫതുഗയ്യിറു മസാറക വതരീകക ഫി തൗബതി ഇല സലഫിയ്യ ഫതുസ്ബിഹു ഹായിറൻ ഫീഹാ ഔ ദാഇയൻ ഇലൈഹാ ലാനൻ അന്നഹാ അൽ ഹഖ് വഹിയ അൽ-ളലാലു ഐനുഹു. ഇൽമു നേടണമെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം, കൊടുങ്കാറ്റ് പോലെയുള്ള ശുബ്ഹാത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ നിന്നെ പിടിച്ചുലക്കും. അപ്പോൾ അത് നിന്റെ സഞ്ചാരപഥം തന്നെ മാറ്റിമറിക്കും. സലഫിയത്തിലേക്കുള്ള നിന്റെ മടക്കത്തിന്റെ മാർഗമുണ്ടല്ലോ, അതിനെ തന്നെ അത് മാറ്റിമറിക്കും. അങ്ങനെ നീ സലഫിയത്തിന്റെ മാർഗത്തിൽ അന്തം വിട്ടവനായി തീരും. ഹായിറൻ, പരിഭ്രമിച്ച് നീ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാത്തവനായി പോകും. ഔദാഇയന്നിലൈഹ, നീ സലഫിയത്തിലേക്ക് നീ ക്ഷണിക്കും. ലാനൻ അന്നഹൽ ഹഖ്, അതാണ് ഹഖ് എന്ന് വിചാരിച്ചിട്ട്. വഹിയ അൽ-ളലാലു ഐനുഹു, യഥാർത്ഥത്തിൽ അത് ലലാലത്തായിരിക്കും. കണ്ടോ? അപ്പോ ശുബ്ഹത്തുകൾ വന്ന് നമ്മുടെ റൂട്ട് തന്നെ തെറ്റിപ്പോകും ഇൽമില്ലെങ്കിൽ. പഴയ ശുബ്ഹത്തുകൾ ഇൽമോട് തിരുത്തിയില്ലെങ്കിൽ എന്താണ്? നമ്മുടെ സലഫിയത്തും ബാധിച്ച് നടന്നാൽ നമ്മുടെ റൂട്ട് തന്നെ തെറ്റിപ്പോകും, മാർഗം തന്നെ തെറ്റിപ്പോകും. വകം തലാഅബ അഖ്വാമൻ യദ്ഉന ലിൽമു സലഫി ബിശബാബി തായിബീൻ അല്ലാഹ്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു പറഞ്ഞ എത്ര യുവാക്കളെയാണ് ഇൽമും സലഫിയത്തും വാദിച്ച ആളുകൾ അവരെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റിയത്. ചെറുപ്പക്കാരെ കൊണ്ടുപോയിട്ട് ഇൽമും സലഫിയത്തും വാദിക്കുന്നവരെ റൂട്ട് തെറ്റിച്ചു കളഞ്ഞു. പേര് സലഫിയ അല്ലെ? നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാവരും സലഫിയാണല്ലോ. ഇപ്പൊ സലഫി എന്ന് പറയാൻ തന്നെ മടി, കാരണം എല്ലാവരും സലഫിയാണ്. അല്ലെ, തനിച്ച് ഇഖ്വാനിസം പറഞ്ഞവനും നാട്ടിലാരാണ്? സലഫിയാണ്. വമാദാക ഇല്ലാ ലിഅദമി ത്വലബിഹിം ലിൽഇൽമി നാഫി, ഇതിന് കാരണം എന്താ? നാഫിയായ ഇൽമ അവർ അന്വേഷിക്കാത്തതും വസുആലിഹിം ലിഅഹ്ലിൽ മിൻ അഹ്ലി സുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാരോട് അവർ ചോദിക്കാത്തതുമാണ് കാരണം. അപ്പൊ സലഫിയത്തിലേക്ക് മടങ്ങി വന്നാൽ നമ്മൾ എന്താ വേണ്ടത്? ഞങ്ങൾ ഇതുവരെ പല ശുബ്ഹാത്തിലും പെട്ട് കിടക്കുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് സലഫിയത്ത് മനസ്സിലായി, ഇനി ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആരോട് ചോദിക്കണം? ഉലമാക്കളോട് ചോദിക്കണം. ഉലമാക്കളോട് ചോദിച്ചിട്ട് അതൊരു ഷബർ കാണിക്കണം. പെട്ടെന്ന് സംഘടന ഉണ്ടാക്കിയാലും നമ്മളെ പള്ളി പോയി, നമ്മളെ മദ്രസ പോയി, നമുക്ക് ആളെ കാട്ടി നമുക്ക് എത്ര ആളുണ്ടെന്ന് തെളിയിക്കണം, എത്ര ആളുണ്ടെന്ന് തെളിയിക്കണം, അവിടെ നമുക്ക് ആൾ വേണം, ഇവിടെ ഇതുകൊണ്ടൊക്കെ മത്സരം മാത്രമാണ് വരുന്നത്. സലഫിയത്ത് വരാൻ സാധിക്കുകയില്ല. കണ്ടോ? ഫലാ ബുദ്ദ ലക അയ്യുഹ തായിബ് വഫഖഖല്ലാഹ്, അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിയ സഹോദര, അല്ലാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് കൂടാതെ കഴിയില്ല മിൻ തലബിൽ ഇൽമിൻ നാഫി, നിനക്ക് നിർബന്ധമാണ് നാഫിഅ ഇൽമ അന്വേഷിക്കൽ. ലിഅന്നഹു ഹുവല്ലദീ യുസഹ്ഹിഹു തൗബതക, നിന്റെ ഈ മടക്കത്തെ ശരിയാക്കുന്നത് അത് മാത്രമാണ്. വയുഖവ്വിമു മസാറക, നിന്റെ സഞ്ചാരപഥത്തെ ശരിയാക്കുന്നത്, വളവിൽ നിന്നും വക്രത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഫബിഹി തസ്ലമു മിന ശുബ്ഹാത്തി വൽ മസാലിഖ്, ശുബ്ഹത്തുകളിൽ നിന്നും വഴിതലുകളിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നതാണ്. വതൻജു മിന ശിബാക്കി വൽ മസായിദ് ബിഇദ്നില്ലാഹ്, എല്ലാത്തരം കെണിവലകളിൽ നിന്നും നീ രക്ഷപ്പെടുന്നതും എന്തുകൊണ്ടാണ്? ഇൽമു കൊണ്ട് മാത്രം. അതൊരു ശരിയായ ഇൽമു പഠിക്കുക എന്നുള്ളതാണ് സലഫിയത്തിലേക്ക് വന്ന ആളുകൾ ചെയ്യേണ്ടത്. പിന്നെ ശൈഖ് അവരുടെ ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ആയത്തുകളും ഹദീസും കൊടുത്തത് നമ്മൾ പറയേണ്ടതില്ല. നമ്മൾ എത്രയോ ക്ലാസ്സുകൾ കേട്ടതാണ് അല്ലെ? ഫദ്ലുൽ ഇൽമ്, ഇൽമിന്റെ പ്രാധാന്യം അല്ലെ? അള്ളാഹും മലക്കളും സാക്ഷ്യം വഹിച്ച കാര്യത്തിൽ ഉലുൽ ഇൽമും സാക്ഷ്യം വഹിച്ചു എന്ന് പറയുന്ന ആയത്ത്, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവർ ഇൽമുള്ളകൾ മാത്രമാണ് എന്ന് പറയുന്ന ആയത്ത്, ഇൽമുള്ളവരെ അള്ളാഹു ഉയർത്തുമെന്ന് പറഞ്ഞ ആയത്തൊക്കെ ശൈഖ് അവരുടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഇൽമിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും സലഫിയത്തിലേക്ക് മടങ്ങിയ സഹോദര നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വഖതറ ഇഹ്മാലിഹി, ഇൽമിനെ അവഗണിച്ചാലുള്ള അപകടം അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫഅലം അന്ന അവ്വല മാ തബ്ദഉ ബിഹി മിനൽ ഉലൂം, നീ പഠിക്കാൻ തുടങ്ങേണ്ട വിജ്ഞാനങ്ങളിൽ ആദ്യത്തെ വിജ്ഞാനം, അതാണ് അടുത്ത വസിയത്ത്. അപ്പൊ ഇൽമു വളരെ പ്രധാനമാണ്. ഇൽമു കൊണ്ട് മാത്രമേ പഴയ ശുബ്ഹത്തുകളെ തിരുത്തി സലഫിയത്തിന്റെ റൂട്ട് ക്ലിയർ ആക്കി നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇൽമിനെ അവഗണിച്ചാൽ അപകടത്തിൽപ്പെട്ടും നിന്റെ റൂട്ട് തെറ്റിപ്പോകും എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ പഠിക്കാൻ തുടങ്ങണം. പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏതാദ്യം പഠിക്കേണ്ടത്? അതാണ് അൽ വസിയത്തു സാലിസ, മൂന്നാമത്തെ വസിയത്ത്. ഇബ്ദഅ ഫീ തഅല്ലുമി ഉസൂലി അഹ്ലിസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകൾ നീ പഠിച്ചു തുടങ്ങണം. ആദ്യം പഠിക്കേണ്ടതാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂല്. അസ്ലിന്റെ അർത്ഥം എന്താ? അസ്ല് അടിസ്ഥാനം, അസ്ല് അടിത്തറ, അതിന്റെ ജമ്മാണെന്ത്? ഉസൂൽ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലാണ്, അസ്ലുകളാണ്. വഅലം വഫഖക അല്ലാഹു ലിതഅതിഹി, സലഫിയത്തിലേക്ക് മടങ്ങി വന്ന സഹോദര നീ മനസ്സിലാക്കണം, അള്ളാഹു നിന്നെ സഹായിക്കട്ടെ,
അന്നി ലാ അഅനി ബിൽ ഉസൂലി അൻവാഅ തൗഹീദ് സലാസത ഫഖത്ത്. ഇവിടെ ഉസൂല് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തൗഹീദിന്റെ 3 ഇനങ്ങൾ മാത്രമാണ് എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. വഇന്നമാ അനിഹ അവ്വലൻ, ആദ്യം പഠിക്കേണ്ട അത് തന്നെയാണ്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അതന്നെയാണ് ആദ്യം പഠിക്കേണ്ടത്. പക്ഷെ അത് മാത്രമാണെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട, ഉസൂലുകൾ എന്നോട് ഉദ്ദേശിക്കുന്നത്. വഅനി സാനിയൻ, ഒന്നാമത് ഈ 3 എണ്ണമാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? ഇപ്പൊ ഉണ്ടായ തർക്കത്തിൽ അല്ലെ ദുആ എന്താണെന്നുള്ളതിൽ വരെ ക്ലാരിറ്റി ഇല്ല. ഉലൂഹിയത്ത് നമ്മൾ പഠിച്ചു എന്നാ വെപ്പ് അല്ലെ. ഇപ്പൊ ഉലൂഹിയത്ത് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തുടനീളം സലഫികൾ ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് അഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ്. 8-10 ശർഹകൾ ഇന്ന് അറബി ലോകത്തതുണ്ട്. അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അബ്ദുൽ ഖാദർ മൗലവിന്റെ തൗഹീദ് വായിച്ചിട്ടുണ്ട് അല്ലെ, കുഞ്ഞിദോന്റെ തൗഹീദ് വായിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതില് ഇപ്പോ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തൗഹീദ് നമ്മളവിടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഒരുപാട് ശുബ്ഹാത്തുകൾ ഉണ്ടാകുമായിരുന്നില്ല. കാരണം 8 അധ്യായങ്ങള് ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം, ലക്ഷണം നോക്കൽ, ഇതൊക്കെ കിതാബ് തൗഹീദിലുണ്ട്. പക്ഷെ നമ്മളവിടുത്തെ തൗഹീദിലുണ്ടോ? ഇല്ല. അത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ വേറെ തന്നെ റൂട്ടിലൂടെയാണ്. നമുക്ക് തലബുൽ ഇൽമി, തഅല്ലുമിലും തഅലീമിലും നമുക്ക് മനഹജ് ഉണ്ടായില്ല. പഠിക്കണീലും പഠിപ്പിക്കണീലും മനഹജ് ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മളെ എതിരാളികൾക്ക് കൊടുക്കേണ്ട മരുന്ന് എന്താണ്, അത് മാത്രം നമ്മൾ പഠിച്ച്. അതുകൊണ്ട് കിതാബ് തൗഹീദ് ശരിക്കും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ. അപ്പൊ തൗഹീദിന്റെ 3 ഇനങ്ങൾ നമ്മൾ തൗഹീദ് 2 എന്ന് മനസ്സിലാക്കിയത് ആദ്യം അല്ലെ, അതായത് റുബൂബിയത്തും ഉലൂഹിയത്തും. പക്ഷെ റുബൂബിയത്തിന്റെ തന്നെ ഭാഗമാണ് ഇത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അത് വളരെ വൈകിയാണ് നമ്മൾക്കത് ചർച്ച ഉണ്ടായത്. 2001 തർക്കത്തിൽ ജമിയത്തിൽ എടുത്ത 18 തീരുമാനം ഉണ്ടല്ലോ, എല്ലാവരും ഒപ്പിട്ട് പിരിഞ്ഞ് പിന്നെ മടവൂരും കൂട്ടും പുറത്തുപോയി. ആ തീരുമാനത്തിൽ അസ്മാ വസ്സിഫാത്ത് പാഠശാലകളിൽ പഠിപ്പിക്കേണ്ടതാണ് എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ ഉണ്ടായോ? ഉണ്ടായില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ തൗഹീദ് അഖീദ എന്നൊക്കെ പറഞ്ഞാല് എന്താണ്? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, അല്ലല്ലാത്തവരോട് വേറെ സത്യം ചെയ്യുന്നത് ശിർക്കാണ്, നേർച്ച വഴിപാട് അല്ലല്ലാത്ത. ഈ കാര്യം മനസ്സിലാക്കിയാൽ അവന്റെ തൗഹീദ് 100% പൂർത്തിയായി എന്നാണ് നമ്മളെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരു കാര്യപ്പെട്ട സംഗതി തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല അല്ലേ. ശിർക്കിനെ തിരിച്ചറിയ ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ശിർക്ക് തന്നെയാണ്. അല്ലല്ലാത്ത പ്രാർത്ഥിക്കുക, അല്ലല്ലാത്ത നേർച്ച നേരുക, അല്ലല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുക. ഇതൊക്കെ നമ്മൾ ആളുകൾ തിരിച്ചറിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം തൗഹീദ് പൂർത്തിയായോ? ഇല്ല. നമ്മുടെ നാട്ടിലുള്ള ഇവിടുത്തെ ഖുബൂരികള് അസ്മാ വസിഫാത്തിന്റെ വിഷയത്തിൽ അങ്ങേറ്റത്തെ വ്യതിയാനത്തിലാണ്. ഷാഫികളാണെങ്കിൽ അവർ അശ്അരികളാണ്, അഖീദയിൽ അശ്അരി മദ്ഹബുകാരാണ്. ഹനഫികളാണെങ്കിൽ അവർ അഖീദയിൽ മാതുരീദികളാണ്. അപ്പൊ ഈ മാതുരീദിയത്തും അശ്അരിയത്തും നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അവരെ വ്യതിയാനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ അടുത്ത കാലം വരെ നമ്മൾ ആളുകളോട് അയിനല്ല, എവിടെ അല്ലാന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞത്? അല്ല എല്ലായിടത്തും ഉണ്ട് അല്ലേ. പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? പിന്നീടാണ് അടിമപ്പെണ്ണിന്റെ ഹദീസൊക്കെ അല്ലെ, ഹദീസുൽ ജാരിയത്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാനും. ആ ചോദ്യം തന്നെ പാടില്ല എന്നാ ചില ആളുകൾ പറയും. എന്തിനാ അങ്ങനെ ചോദിക്കണേ? അല്ല എവിടെ എന്തിനാ ചോദിക്കണേ? ചോദിക്കാൻ പാടുണ്ടോന്നാ റസൂൽ ചോദിച്ച ചോദ്യം അത് അല്ലേ. അപ്പൊ അത് അതുപോലെ ഇപ്പോ അള്ളാഹു ഇറങ്ങും എല്ലാ ദിവസവും രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹു ഭൂമിയോടെ അടുത്ത ആകാശത്തേക്ക് 26ഓളം സഹാബികൾ ഉദ്ധരിച്ച മുതവാത്തിറായ ഹദീസ. പണ്ട് വാഴക്കാടാണ് ചർച്ചയായത് അല്ലേ. അന്ന് ചർച്ചയായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരു അല്ല തന്നെയാണ്. നിങ്ങൾ തന്നെ പറയുന്നു അർശിൽ 7ാം ആകാശത്തിലും ഇത് അർശിലാണ് അല്ല. അതേ നിങ്ങൾ പറഞ്ഞ അല്ല എല്ലാ ദിവസവും എന്ത് ചെയ്യും? ഭൂമി അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങും. അപ്പൊ ഈ 1/3 ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഒന്നല്ലല്ലോ. അമേരിക്കൻ സമയം വരെ, ആഫ്രിക്കൻ സമയം വരെ, സൗദി അറേബ്യ. അപ്പോ ഈ ടൈം സോണിൽ ഇറങ്ങി അടുത്ത ടൈം സോണിലേക്ക് നീങ്ങി, അടുത്ത ടൈം സോൺ അങ്ങനെ അപ്പോഴത്തെ പിറ്റേന്നായി 24 മണിക്കൂർ അങ്ങനെ കറങ്ങി വരുമല്ലോ. അപ്പൊ പിന്നെ ഇവരെ അർശിലിരിക്കാൻ സമയം ഉണ്ടാകുക. ഈ ശുബ്ഹത്ത് ആര് പറഞ്ഞിരുന്നു? പേരോടൂസിയാർ പണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഷബാബിൽ അത് എഴുതി, അബ്ദുസ്സലാം അത് എഴുതി വന്നു. അപ്പൊ നോക്കിയാൽ അസ്മാ സിഫാത്തിന്റെ പ്രാധാന്യം എത്ര ഉണ്ട്. അപ്പൊ പാഠശാലകൾ ഇത് പഠിപ്പിക്കേണ്ട 2001 തീരുമാനിച്ചിട്ട് ഒരു സ്റ്റെപ്പ് പോലും എടുക്കുന്നില്ല. കാരണം ആർക്കും ഒരു താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ തൗഹീദിന്റെ 3 ഇനങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉസൂല് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. നമ്മൾ അഖീദത്തുൽ വാസിത്തിയ്യ അല്ലെ, നമ്മൾ ഉസൂൽ സലാത്ത് പഠിച്ച് പിന്നെ കിതാബ് തൗഹീദ് പഠിച്ച് പിന്നെ നമ്മൾ അഖീദയിൽ പഠിക്കേണ്ടത്. കാരണം പിന്നെ കിതാബ് തൗഹീദ്
ഉലൂഹിയത്താണ് പഠിപ്പിക്കുന്നത്. റുബൂബിയ്യത്തിന് ചില വശങ്ങളും മനസ്സിലാകും. പിന്നെ ഉസൂൽ സലാത്തിൽ മനസ്സിലാവും. പിന്നെ കിതാബ് അഖീദത്തു തഹാബിയെ പഠിപ്പിക്കും. ഇപ്പൊ ചില ആളുകൾ ചോദിച്ചാൽ എന്താ അഖീദത്ത് തഹാബി തന്നെ പഠിച്ചോണമെന്നുണ്ടോ? നബി സാഹിബത്തൊക്കെ അഖീദത്ത് തഹാബിയെ പഠിച്ചിട്ടാ ഇജറ 700 ഞാൻ ഇബ്നു തൈമിയ്യ എഴുതിയല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞോട് ചോദിച്ചോളൂ, വണ്ടങ്ങളൊന്നും പഠിക്കണ്ട, നിങ്ങൾ ഖുർആനും ഹദീസും നേരിട്ട് അഖീദ മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഓരോ ആയത്തെടുത്ത് അതിലുള്ള അഖീദ, ഓരോ ഹദീസ് ബുഖാരി എടുത്ത് അതിൽ അഖീദന്റെ ഹദീസൊക്കെ എടുത്ത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വളരെ സരളമായി ആ കാലഘട്ടത്തിലെ വ്യതിയാന കക്ഷികളെ മുന്നിൽ കണ്ടുകൊണ്ട് അന്നത്തെ വ്യതിയാനങ്ങളെ പ്രതിരോധിച്ച ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എഴുതിയ പുസ്തകം വളരെ സരളമാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലായതാണ്. അതുകൊണ്ട് നമ്മളത് പഠിപ്പിക്കുകയും ചെയ്യണത്. അതെന്നെ പഠിച്ചോണമെന്നില്ല. ഖുർആനും ഹദീസും നേരിട്ട് പഠിക്കാൻ കഴിയുന്നവർക്ക് പിന്നെ ഇങ്ങനത്തെ ഗ്രന്ഥമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത്ര വലിയ മുജ്തഹിദായ ആലിമാണ്. നമ്മളത്ര വലിയ മുജ്തഹിദായ ആലിമാണോ? അല്ലല്ലോ. അപ്പൊ അഖീദത്തുൽ തഹാവി, അഖീദത്തുൽ വാസിയൊക്കെ പഠിക്കുമ്പോൾ തൗഹീദിന്റെ ഈ 3 ഇനങ്ങള് നമുക്ക് മനസ്സിലാകും. നബിമാരൊക്കെ അള്ളാനെ പരിചയപ്പെടുത്തി അള്ളാന്റെ ഇസ്മു സിഫത്തുകളിലൂടെയാണ്. അതുകൊണ്ട് തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത് അള്ളാനെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനമാണ്. ഇനി സാനിയൻ, അപ്പൊ ഉസൂല് പഠിക്കാൻ ഒന്നാമത് ഈ 3 തന്നെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. അതിന് നമുക്ക് എത്ര കാലം വേണം, എത്ര ദർസുകൾ കേൾക്കണം അല്ലെ? ഇമാം അഹ്മദിന്റെ ഉസൂലു സുന്ന നിങ്ങൾ അഖീദത്തുൽ വാസിയ വിട്ടേക്ക്, ഇബ്നു തൈമിയ്യന്റെ വേണ്ട. ഇമാം അഹ്ലുസുന്ന എന്ന് പറയണ ഇമാം അഹ്മദിന്റെ ഉസൂലു സുന്ന പഠിച്ചോ, ബർബഹാരിയുടെ ശർഹു സുന്ന പഠിച്ചോ. അതിലൊക്കെ അഖീദ പറഞ്ഞേ. ഈ സുന്നത്ത് എന്ന വാക്ക് ആ കാലഘട്ടത്തിൽ അഖീദക്ക് ഉപയോഗിച്ചതാ. ഇമാം അഹ്മദിന്റെ ഉസൂലു സുന്ന എന്ന് പറഞ്ഞത് നബിചര്യയുടെ വിവരണമല്ല, നബിചര്യയുടെ അടിസ്ഥാനമല്ല, പിന്നെ അഖീദയാണ് വിവരിക്കുന്നത്. സുന്നത്ത്, തൗഹീദ് ഇതൊക്കെ ആ കാലഘട്ടത്തിൽ എന്തിനു ഉപയോഗിച്ചാണ്? അഖീദക്ക് പകരം ഉപയോഗിച്ച വാക്കാണ്. അശ്ശരീഅ, ആജുലുൽ അശ്ശരീഅ അഖീദയാണ്. മനസ്സിലായില്ലേ? ഇബ്നു അബി ആസിമിന്റെ അസ്സുന്ന അഖീദയാണ്. അപ്പൊ അത് പിടിച്ചാൽ മതി. ഇനി രണ്ടാമത് വഅനി സാനിയൻ ഗൈറഹാ മിനൽ ഉസൂൽ അല്ലതി ഇജ്തമഅ അലൈഹാ അഹ്ലുസ് സുന്ന വൽ ജമാഅ വഫാറഖു ബിഹാ അഹ്ലൽ ബിദ്അത്തി വൽ ഫുർഖ. രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ട അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് യോജിച്ച അടിസ്ഥാനങ്ങൾ. ആ അടിസ്ഥാനങ്ങൾ മുഖേനയാണ് അഹ്ലുൽ ബിദ്അനോട് അവർ വേറിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഉസൂലുകളാണ് രണ്ടാമത് പഠിക്കേണ്ടത്. തൗഹീദിന്റെ 3 ഇനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സലഫിയത്തിലേക്ക് മടങ്ങി വന്നവർ പഠിക്കേണ്ട ഏതാണ്? അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് യോജിച്ച ചില അടിസ്ഥാന തത്വങ്ങൾ. ഏതൊക്കെയത്? കൽ വലാഇ വൽ ബറാ. പിന്നെ പഠിക്കേണ്ട ഏതാണ്? വലാഉം ബറാഉം. എന്താ വലാഉം ബറാഉം? വലാ എന്ന് പറഞ്ഞാൽ മുഅ്മിനുകളോടുള്ള അണഞ്ഞ ബന്ധം. മുഅ്മിനുകൾ അൽ മുഅ്മിനൂന ബഅ്ലുഹും ഔലിയാഉ ബഅദ് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ലുഹും ഔലിയാഉ ബഅദ്. അല്ലേ? ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. മുഅ്മിനുകളോടുള്ള ബന്ധം സ്ഥാപിക്കൽ എങ്ങനെയാണ്? കാഫിറുകളോടോ വേറിട്ട് നിൽക്കണം എന്നാ പറഞ്ഞത്. അല്ലേ? ഇബ്രാഹിം നബി പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ല. ഞങ്ങൾ നിങ്ങളിൽ നിന്നും അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കും ഞങ്ങൾ ഒഴിവായവരാണ്. അപ്പൊ അവന് കാഫിറുകളിൽ നിന്ന് വേറിട്ട് നിൽക്കണം. ബന്ധവിച്ഛേദം. അപ്പൊ ബന്ധം സ്ഥാപിക്കലും ബന്ധം വിച്ഛേദിക്കലും അതിന്റെ അടിസ്ഥാനം എന്തൊക്കെയാണ്? കാഫിറിന് നമുക്ക് ദഅവത്ത് നടത്തണം, അല്ലേ? അതേസമയം അവരോട് ബറാഅത്ത് കാണിക്കും വേണം. ഇത് രണ്ടും കൂടി എങ്ങനെ യോജിപ്പിക്കാം? വിഷയം പഠിച്ചാൽ മനസ്സിലാവും. അതുപോലെ മുബ്തദീനെ വെടിയണം, അല്ലേ? മുബ്തദീന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, അവനോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതെങ്ങനെയാണ്? അതെപ്പോഴാണ് അത് നടപ്പിലാക്കേണ്ടത്? അതെങ്ങനെ നടപ്പിലാക്കേണ്ടത്? അതിന്റെ ലവാബിത്തുകൾ, പിന്നെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? കാരണം മുബ്തദി നമുക്ക് മുബ്തദിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദഅവത്ത് നടത്താൻ പറ്റുമോ? അപ്പൊ ദഅവത്ത് നടത്തുമ്പോഴെന്ന ഓനെ ഹജ്ർ ചെയ്യേണ്ട രംഗം ഉണ്ടാവും. എപ്പോഴാണ് ഹജ്ർ ചെയ്യേണ്ടത്? അതൊക്കെ പഠിക്കണം. അപ്പൊ വലാ ബറാ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൽ നമുക്ക് വല്ല ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടോ? ഇതാ നമ്മൾ പറഞ്ഞത്. നമ്മൾ ധൃതി കൂട്ടണ്ട. നമ്മളിപ്പോ സലഫിയത്ത് തിരിച്ചറിഞ്ഞ് സംഘടനാ തടസ്സങ്ങളൊന്നുമില്ല. ഇതുവരെ സലഫിയത്ത് തിരിച്ചറിഞ്ഞാലും അത് പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ പുറത്താക്കും, ഇങ്ങനെ പറഞ്ഞാൽ പുറത്താക്കും, നമ്മൾ അതിനുള്ളിൽ കിടന്ന് ശരിയായിരുന്നു. ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മളെ കയ്യിൽ കിട്ടി, നമ്മളൊരു ടേണിംഗ് പോയിന്റിലെത്തി, എന്ത് മാറ്റവും വരുത്താൻ പറ്റിയ ഒരു രംഗത്തെത്തിയപ്പോ ഇനി നമ്മൾ ഉലമാക്കളോട് ചോദിച്ചിട്ട് ഇതിന്റെ ഉസൂലുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ക്ലാരിറ്റിയിൽ മുന്നോട്ട് പോയാൽ മതി നമ്മൾ പറഞ്ഞു, അല്ലേ? അതിനാണ് വലിയ ബഹളം ഉണ്ടായത്. പോട്ടെ, അത് ഞാൻ ചർച്ചാ വിഷയമാക്കണ്ട. അപ്പൊ വലാ ബറാ രണ്ടാമത് പഠിക്കേണ്ട ഉസൂലുകളിൽ പ്രധാനപ്പെട്ട ഒന്നെന്താ? ഈ വിഷയത്തിൽ ഇംഗ്ലീഷിലൊക്കെ ധാരാളം ക്ലാസ്സുകളുണ്ട്, അറബിയിലും ക്ലാസ്സുകളുണ്ട്. മലയാളത്തിൽ അങ്ങനത്തെ ക്ലാസ്സുകൾ വന്നിട്ടില്ല. ശംസുദ്ദീൻ പാലത്തിന്റെ 2 ചെറിയ ക്ലാസ്സുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഷെയ്ഖ് ഫൗസാന്റെ ഒരു പുസ്തകം വിശദീകരിച്ചുകൊണ്ട് 2 ക്ലാസ്സുകൾ ആരും കേട്ടിട്ടുണ്ടോ? കോഴിക്കോടുന്ന ക്ലാസ്. അത് കുറച്ച് കാര്യങ്ങളില്ലേ, അതിന്റെ തുടക്കേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ സെൽഫി ഉലമാക്കളെ ക്ലാസ്സുകൾ തന്നെ
പരിഭാഷപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുത്ത് വിചാരിക്കണ്ടേ. പിന്നെ വൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, മറ്റൊരു അടിസ്ഥാനം എന്താണ്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇത് അഹ്ലുസുന്നത്തിന്റെ അസ്സലാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അത് എങ്ങനെയായിരിക്കണം? അതിന് ചില ശുറൂത്തുകൾ, ലവാബിത്തുകൾ, ചില മാനദണ്ഡങ്ങൾ, ചില നിബന്ധനകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ചില സ്ഥലത്ത് തിന്മ വിരോധിച്ചാൽ അതിനേക്കാൾ വലിയ തിന്മ ഉണ്ടാവുമെങ്കിൽ തൽക്കാലം ആ തിന്മ വിരോധിക്കണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കുറെ നിബന്ധനകൾ എന്തുണ്ട് ആ വിഷയത്തിലുണ്ട്. അത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടോ? നന്മ കൽപ്പിക്കാതെ വിരോധിക്കാതെ ആയത്ത് ഹദീസ് കൊടുത്തിട്ട് നമ്മൾ ധാരാളമായി പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അതിന് ചില അല്ലേ, ഇപ്പൊ തിന്മ വിരോധിക്കുക എന്നുള്ളതിന്റെ പേരിലാണ് ഇപ്പൊ ഭരണകൂടങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുന്നത് പല സ്ഥലങ്ങളിലും അല്ലെ. പറമ്പ് വസന്തമൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയല്ലേ. അപ്പൊ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഉലമാക്കളിൽ പഠിക്കാത്തത് കൊണ്ടാണ്. മൂന്നാമത്തെ വിഷയം വൽ മൗഖിഫി മിന സ്വഹാബത്തി വതൗഖീരിഹിം വദ്ദബി അൻഹും, സ്വഹാബത്തിനുള്ള നിലപാട് എന്താണ്? അവരെ ആദരിക്കേണ്ടത് എങ്ങനെയാണ്? സഹാബത്തിനെ വിമർശിക്കുന്നവരിൽ നിന്ന് അവരെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളവിടെ വലിയ ആവശ്യത വരാത്തത് ഷിയാക്കളില്ലാത്തതുകൊണ്ടാണ്. ഷിയാക്കളുമില്ലെങ്കിലും ചേകനൂരികളില്ലേ, ചേകനൂരിന്റെ അടുത്ത് നിങ്ങൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ സാഹിബിനെ ചീത്ത പറയാക്കൂല അല്ലേ. അബൂർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമറിനെ, ആയിഷബിനൊക്കെ ചീത്ത പറയാതെ ഒരിക്കലും ഇരിക്കൂല. ഒരു കാഫിറിനെ നമുക്ക് ഇരിക്കാൻ പറ്റും, പക്ഷെ ചേകനൂരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പൊ സഹാബത്തിനുള്ള നിലപാട് ഇപ്പൊ തമിഴ്നാട്ടില് PJ അല്ലെ, സഹാബികളെ തള്ളി പറഞ്ഞിട്ട് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹം ചോദിച്ചറിയാം. PJ ലാബിദ്ദീൻ വലിയ തൗഹീദിന്റെ ആളാ, ജമാഅത്ത് തൗഹീദ് എന്ന പേര് തന്നെ. പക്ഷെ സഹാബികളെ തള്ളി പറഞ്ഞുകൊണ്ടും സഹാബികളെ ഇകഴ്ത്തിക്കൊണ്ടുള്ള രീതി അവർ സ്വീകരിച്ചിട്ടുള്ളത് മനസ്സിലായില്ല. അപ്പൊ അത് നമ്മൾ പഠിക്കണം. വൽ മൗഖിഫി മിൻ ഉലാത്തിൽ അംർ, അതുപോലെ ഭരണാധികാരികളുടെ നിലപാട്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കുന്ന സ്ഥലത്ത്, അവിടെ ഇസ്ലാമിക ഭരണം തന്നെ ആയിക്കോണമെന്നില്ല, പക്ഷെ ഭരണാധികാരി മുസ്ലിമാണ്, അവിടെ എന്ത് നിലപാടാ സ്വീകരിക്കേണ്ടത് അല്ലേ? അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. ഇപ്പോ സിറിയയിലാകട്ടെ, ലിബിയയിലാകട്ടെ, ഇറാഖിലാകട്ടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താ? ഭരണാധികാരികൾക്കെതിരിൽ പലരും ഫത്വ കൊടുക്കുകയാണ്. അയാള് തമ്മാടിയാണ്, അയാളെ നീക്കണം, അയാൾക്കെതിരെ വിപ്ലവം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായതെന്താ അല്ലേ? എത്ര ആളുകളെ ഇപ്പൊ സിറിയയിൽ കാണാതായത്. ഞാൻ 2-3 മാസം മുമ്പ് മദീനയിൽ പോയപ്പോ എന്റെ മോളോട് താമസിക്കണം, സുബൈക്ക് പള്ളിക്ക് പോകുമ്പോൾ ഒരു കാറിൽ ജമാഅത്തിന് മുമ്പ് എല്ലാ കാറിൽ നിർത്തും, കയറിപ്പോയി മസ്ജിദ് നബി പോവാ. അപ്പൊ സിറിയക്കാരനാ. ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെ അവസ്ഥ എന്ന് വെച്ചപ്പോ 2 ലക്ഷത്തോളം അല്ല 2 മില്യൺ ആളുകൾ എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തോളം ആളുകളെ കാണാതായിട്ടുണ്ട്. എവിടെ പോയി തന്നെ അറിയില്ല. 1 ലക്ഷം അല്ല 1 മില്യൺ 10 ലക്ഷം ആളുകൾ മരിച്ചു എന്ന് ഉറപ്പാണ്. ഇപ്പൊ അവിടെ നടക്കണമെന്താ? ഇപ്പൊ അവിടെ ഭരണമുണ്ടോ? ഇപ്പൊ ഒരു ഭരണമില്ലാത്ത നാട്ടിൽ ജീവിക്കാൻ, പോലീസും പട്ടാളവും നിയമമൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ ഒരു 5 ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? അവിടെ പെണ്ണുങ്ങൾക്ക് മാനം ഉണ്ടാകുമോ? സ്വത്തിന് സംരക്ഷണം ഉണ്ടാകുമോ? ജീവന് സംരക്ഷണം ഉണ്ടാകുമോ? ഇതൊക്കെ നിലനിൽക്കുന്നത് ഭരണം എന്നൊരു സംവിധാനമുള്ളതല്ലേ. അപ്പൊ ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടി നടത്തുന്ന വിപ്ലവം അതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് എത്തിയത്. ഇന്നിപ്പോ ഫൗളാണ്, അരാജകത്വമാണ്. ജിഹാദി ഫത്വ കേട്ടിട്ട് നാനാഭാഗത്തും ആളുകൾ പോയി അവിടെ ജിഹാദി അല്ലെ, കേരളത്തിൽ വരെ പോയിക്കണമെന്നായിരുന്നു അല്ലേ, ജിഹാദ് ചെയ്യാൻ പെട്ട് മരിക്കുകയാണ്. ഇപ്പൊ ഇറാഖിൽ ഈ ഭരണകൂടം IS അല്ലെ, ഇസ്ലാമിക് സ്റ്റേറ്റ് തനിച്ച ഖവാരിജികളാണെന്ന് സലഫി ഉലമാക്കൾ പറഞ്ഞു കഴിഞ്ഞു. കേട്ടില്ലേ നിങ്ങള്? അതിന്റെ ഓഡിയോ മറ്റും കേട്ടില്ലേ? തനിച്ച ഖവാരിജികളാണ് അവര്. പക്ഷെ ആളുകൾ എന്താ റിഫായ് ശേഖിന്റെ ജാറൊക്കെ ബോംബിട്ടങ്ങ് തകർക്കല്ലേ, എന്താ പോലെ സെൽഫിയത്ത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഭരണകൂടത്തോടുള്ള നിലപാട് എന്തായിരിക്കണം? ഒരുപാട് ആശയക്കുഴപ്പമുള്ള ഒരു ഏരിയയാണ് അത്. സെലഫിയത്തിലേക്ക് മടങ്ങി വന്നവരെന്ത് ചെയ്യണം? ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളെ നാടിനെ പോലുള്ള കുഫാറുകളുടെ നാടിൽ ഭരണകൂടത്തോട് എന്താ നിലപാട് സ്വീകരിക്കേണ്ടത്? അവിടെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും പല സാധനങ്ങളും ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് മെമ്പർഷിപ്പ് എടുത്താണ്ട് കൂടാൻ പറ്റൂലേ? ജനാധിപത്യം വളരട്ടെ, ജനാധിപത്യം പുലരട്ടെ, സിന്ദാബാദ് എന്നിട്ട് വിളിക്കാൻ പറ്റൂലേ? ചോദിക്കണം. നമ്മള് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ വൽ മൗഖിഫ് മിൻ അഹ്ലിൽ മആസി വൽ കബായിർ, മഅസിയത്തുകൾ, അള്ളാഹ്ക്കെതിരായ കാര്യങ്ങൾ, വൻ പാപങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുള്ള നിലപാട് എന്താണ്? വൻ പാപം ചെയ്തുള്ള നരകത്തിലാണ് എല്ലാ കാലാകാലത്തുനിന്നാണ് ഖവാരിജികളുടെ വാദം അല്ലേ? അത് ശരിയാണോ? അത് പഠിക്കണം. വൽ മൗഖിഫ് മിൻ അഹ്ലിൽ ബിദ്അ വൽ കലാമി ഫീഹിം വ മുആമലതിഹിം, അതിൽ അഹ്ലുൽ ബിദ്അയോടുള്ള നിലപാട് എന്തായിരിക്കണം? അവരെ നിരൂപണം നടത്തുക, അവരുടെ സമ്പർക്കം എങ്ങനെയായിരിക്കണം? അതും ഞാൻ നേരത്തെ പറഞ്ഞ വലാബറായിന്റെ മറ്റൊരു ഭാഗമാണ്, മുബ്തദിയോടുള്ള നിലപാട്. ഇപ്പൊ നമ്മളോട് ക്ലാരിറ്റി ഉണ്ടോ? ഞാൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്, മൊയ്തീൻ ശേഖയെ രക്ഷിക്കണമെന്ന് പറയുന്ന ആളാണ്, എന്നെ നിങ്ങൾക്ക് തുറന്നു നിസ്കരിക്കാൻ പറ്റുമോ മുജാഹിദുകൾക്ക് എന്ന് ചോദിച്ചാൽ
ഒറ്റ മറുപടിയിൽ നിങ്ങളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല, നിങ്ങൾ മുസ്ലിം അല്ല, അല്ലല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാഫിറാണ്, ഖലാസ്. അത് ഇന്ന് വരെ പറയാൻ പറ്റില്ല, നമുക്ക് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പറയില്ല. നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ അഹ്ലുൽ ഖിബലയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന ഞാനൊക്കെ അങ്ങനെ പ്രസംഗിച്ച ആളാണ്, അല്ലേ? മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബലതന, അതുകൊണ്ട് ഓൻ നമ്മളെ ഖിബലയിലേക്ക് തിരിയുന്ന ആളാണ്, നമ്മൾ നിസ്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഓൻ അഹ്ലുൽ ഖിബല. അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അഹ്ലുൽ ഖിബലയിൽ പെടുകയില്ല എന്നാണ് ആര് പറഞ്ഞ? സലഫി ഉലമാക്കള്. വേറെയുള്ള ബിദ്അത്തുകളൊക്കെ ക്ഷമിക്കാം, ഇതൊരിക്കലും ചെയ്യാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റൂല. അപ്പൊ മൊയ്തീൻ ശേഖെ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും മൊയ്തീൻ ശേഖിന്റെ വലിയ നേർച്ചയിക്കുകയും ഒക്കെ ചെയ്യുന്ന മൗലൂദൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിയാർ അറുത്ത് തിന്നാൻ പറ്റുമോ? പറ്റൂലേ? കൃത്യമായിട്ട് പറ്റൂല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പൊ നമ്മളൊരു ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു വേട്ടനായിനെ ബിസ്മി ചൊല്ലി വിട്ടാ നായി പിടിച്ചോടുന്ന കൂടി തിന്നാന്നാണ് നിങ്ങളെ കിതാബിലുള്ളത്. അതിനേക്കാളും മോശപ്പങ്ങളെ മുസ്ലിം ഞങ്ങളെ പറയില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ചിരിക്കും. പക്ഷെ അവിടെ വിഷയം വന്നോ? മുസ്ലിയാരടുത്ത് തിന്നാൻ പറ്റുമോ പറ്റൂല എന്നുള്ള മസല അവിടെ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പൊ ക്ലാരിറ്റി ഇല്ല അതിൽ. മുബത്തദീകളോടുള്ള നിലപാട് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് മാത്രമല്ല, നമുക്ക് MES വേണം, നമുക്ക് MSS വേണം, നമുക്ക് ലീഗ് വേണം, നമുക്ക് കോൺഗ്രസ് വേണം, നമുക്ക് എല്ലാവരും വേണം. അപ്പൊ ഓലൊക്കെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകണം. ഓലൊക്കെ ഉണ്ടായാലേ നമ്മളിതൊക്കെ നടക്കുള്ളൂ. ഓനെ ബഹുമാനിക്കണം, മറ്റവനെ ബഹുമാനിക്കണം. എന്തെല്ലാം തന്നെ അവ്യക്തതകളാണ് ഇതിലൊക്കെ ഉള്ളത്. മുബത്തദീകളോടുള്ള നിലപാടിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. ഈവൻ സലഫിയത്തിന്റെ പേരിൽ പുറത്തുപോയി സംഘടന തിന്മയാണെന്ന് പറഞ്ഞ ആളുടെ പ്രസംഗപ്പെടുത്തി ഞാൻ കേട്ട്. കുറെ മുമ്പന്നെ കേട്ടിട്ടുണ്ട്. നമ്മള് കുറെ ആളുകൾ ആ റൂമിൽ കയറി, കുറെ ആൾ ഈ റൂമിൽ കയറി, മറ്റേ റൂമിൽ കയറി, അള്ളാന്റെ സഹായങ്ങൾ എല്ലാവരും ഒരു റൂമിൽ ഇറങ്ങി നിൽക്കണം. സുന്നി മുജാഹിദ് ജമാഅത്തും തമ്മിലൊക്കെ ഒന്നിച്ച് കിടന്നാൽ അള്ളാന്റെ സഹായം കിട്ടുള്ളൂ. ഇസ്ലാം എന്നാൽ ഒരു വൃത്തമാണ്, അതിനുള്ളിൽ വേറെ വൃത്തം വരക്കാൻ പാടില്ല എന്ന് ഒപ്പര് പറഞ്ഞു. ഇങ്ങനെയുണ്ട് മുബത്തദിയോടുള്ള നിലപാടപ്പത്. അപ്പൊ കേരളത്തിൽ ആർക്കും എന്തുണ്ടായിട്ടില്ല? മുബത്തദിയുള്ള നിലപാടിൽ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി നമ്മളത് ക്ലാരിറ്റിയിൽ മുന്നോട്ട് പോകണം. എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമാണോ? നമുക്കൊരുപാട് ആനുകൂല്യങ്ങൾ ഇല്ലാതായി പോവും. മനസ്സിലായില്ലേ? നമ്മൾ എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കണം. നമ്മളിപ്പോ ഈ 6 ദിവസത്തെ ചർച്ചയിൽ ചില ആളുകൾ പറഞ്ഞതാ, എല്ലാ പാർട്ടിയിലും നമുക്ക് മെമ്പർമാരുണ്ടാകണം. നമുക്ക് മാർക്സിസ്റ്റ് ഭരിക്കുമ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഒക്കെ നമ്മളെ കാര്യം നടക്കണമെങ്കിൽ എല്ലാവരും നമ്മൾ ആള് വേണം. മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ നിരീശ്വരവാദ പാർട്ടിയാന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച ഓല സഹായം ഓല് ഭരിക്കുമ്പോൾ ബുദ്ധിമുട്ടായി പോകും, അതിലും ആള് വേണം. ഇങ്ങനെയൊക്കെ നമ്മളെ ചർച്ച പോകണം. കാരണം ചർച്ച ചെയ്യണവരൊക്കെ ആരാ? ചർച്ച ചെയ്യണവരൊക്കെ പണ്ഡിതന്മാരും ഇതൊന്നുമല്ലല്ലോ, സലഫിയത്ത് പഠിച്ചതൊന്നുമല്ല, പ്രായോഗികവാദികളായ സംഘടനാ നേതാക്കന്മാരാണ്. അപ്പൊ അതെന്താ? സംഘടനയുടെ ഷർത്തിൽപ്പെട്ടതാണ് ഇൽമുള്ള ഉലമാക്കളായിരിക്കണം സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. സ്വന്തമായി ഫത്ത് കൊടുക്കാൻ കഴിയുന്നവരോ അല്ലെങ്കിൽ ഫത്ത് കൊടുക്കാൻ കഴിയുന്നവരെ ബന്ധപ്പെട്ട് ഫത്ത് വാങ്ങിക്കൊടുക്കാനെങ്കിലും കഴിയുന്നവനോ ആയിരിക്കണം. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ കൊടുക്കാൻ പോവുക എന്നാ ചോദിച്ച്. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് പഠിക്കേണ്ടതാണ്. അപ്പോ ആദ്യം തൗഹീദിന്റെ 3 ഉസൂലുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഏകോപിച്ച് പറഞ്ഞിട്ടുള്ള ഈ ഉസൂൽ, ഇത് ഒരു തർക്കമല്ല. ഏതൊക്കെ? വലാഉം ബറാഉം, അംറു ബിൽ മഅറൂഫ്, നഹ്യുൻ അനിൽ മുൻകർ, സഹാബത്തിനോടുള്ള നിലപാട്, ഭരണാധികാരികളോടുള്ള നിലപാട്, പിന്നെ തിന്മ പ്രവർത്തിക്കുന്ന വൻപാപം ചെയ്തവരോടുമുള്ള നിലപാട്, അഹ്ലുൽ ബിദ്അഹിനോടുള്ള. ഈ 6 ഉസൂലുകൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഏകോപിച്ച ഉസൂലുകളാണ്. ഇതിൽ ക്ലാരിറ്റി വരുത്തണം. അത് 2 കൊല്ലം തെറിച്ചിട്ട ക്ലാരിറ്റി ഇട്ടു. ഇതിൽ എത്ര വിഷയമുണ്ട് ഇതിന്റെ പിന്നില്? നമ്മളൊക്കെ പഠിച്ചു പറഞ്ഞിരിക്കുക. ഈ വക ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് ക്ലാരിറ്റി, ഇതൊക്കെ നമ്മളെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അല്ലേ? നമ്മളിപ്പോ അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക രാജ്യത്ത് വന്നാൽ പോലും ധാരാളം അമുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ജീവിക്കണത്, അല്ലേ? അപ്പൊ ക്ലാരിറ്റി വേണം ഈ വിഷയത്തിൽ. വലാഹു ബറാവൊക്കെ കൃത്യമായി പഠിച്ച് നടപ്പിലാക്കുക വേണം. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന എനിക്കടക്കം, ഞാൻ അതൊക്കെ പഠിച്ചാളാണെന്ന് പറയില്ല കേട്ടോ, ഇത് ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് പറയാണ്. നമ്മളുടെ കുറവുകളെ നമ്മൾ ചർച്ച ചെയ്യണം, നമ്മൾ വിമർശിക്കുകയാണ്. മനസ്സിലായില്ലേ? പക്ഷെ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദേവത്ത് എന്ന പഴയ റൂട്ടിൽ തന്നെ പോയാൽ ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അടുത്ത ക്യാമ്പയിൻ അതിന് പിരിച്ചു, അപ്പത്തെ സമ്മേളനം, ഈ സമ്മേളനം, സംസ്ഥാന ഉദ്ഘാടനം, പ്രചരണ ഉദ്ഘാടനം, ജില്ലാ പ്രചരണത്തിൽ പോയാൽ പിന്നെയും പഴയതിലേക്ക് തന്നെ നമ്മൾ എത്തുള്ളൂ. ഇതിലൊന്നും ക്ലാരിറ്റി വരുത്താൻ നമുക്ക് കഴിയില്ല. അപ്പൊ ആൾക്കൂട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആൾക്കൂട്ടുണ്ടാവില്ല. ശരി, ഇതാണ് അപ്പൊ നീ പഠിച്ചു തുടങ്ങേണ്ടത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകളാണ്.
വഗൈരിഹാ മിനൽ ഉസൂലില്ലത്തി ഇജ്തമഅ അലൈഹാ അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഇതുപോലെ ഇത് മാത്രമല്ല, ഇതാറിന് ഉദാഹരണമായിട്ട് പറഞ്ഞ കൽ വലാഇ വൽ അതുപോലെ ഇതുപോലെ വേറെയും കുറെ വിഷയങ്ങൾ അത് അഖീദയുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാകും. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഏകോപിച്ചിട്ടുള്ള മറ്റ് അസൂലുകളും വഅദ്ഖലൂഹാ ളിന്ന കുതുബിഹിമുൽ അഖദിയ്യ, അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ഒരുപാട് അടിസ്ഥാന വിഷയങ്ങൾ അത് നീ പഠിച്ചു തുടങ്ങണം. എന്തിനാണ് അവർ അഖീദന്റെ ഗ്രന്ഥങ്ങൾ ഇത് ഉൾപ്പെടുത്തിയത്? ഇൽഹാറൻ ലിൽ ഹഖ്, ഹഖിനെ വെളിപ്പെടുത്താൻ വേണ്ടിയും വമുഫാറഖതൻ മിന്നുൽ അഹ്ലി സൈഗ് വൽ ഫിത്നതി വൽ ഹവാ വൽ ഫുർഖ, ഭിന്നിപ്പിന്റെയും ദേഹേച്ഛയുടെയും ഫിത്നയുടെയും വഴികേടിന്റെയും ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയും വഇൻ കാനത് ഫിൽ അസ്ലി അമലിയത്തൻ ഗൈറ അഖദിയ്യ, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞൊന്നും വിശ്വാസപരമായ കാര്യമല്ല, അമലിയായ കാര്യങ്ങളാണ്, പ്രവൃത്തിപത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർ ഇത് അഖീദ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കാരണമാണ്. ഇനി ശേഖറുകൾ പറയുന്നു, ഫഇൻ ലബത്ത ഹാദിഹിൽ മസാഇല വൽ ഉസൂൽ, ഈ പറഞ്ഞ പ്രധാന വിഷയങ്ങളും ഉസൂലുകളും ഒക്കെ നീ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫഇന്നക സതകൂനു ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ നിനക്കായിത്തീരാൻ സാധിക്കും. മുഹസ്സനൻ ലിദ്ദകതീരി മിന ശുബഹില്ലതി തഅസിഫു ഫിൽ ആലമിൽ ഇസ്ലാമി യമനതൻ വയസ്റതൻ, ഇന്ന് ഇസ്ലാമിക ലോകത്ത് ഇടത്തും വശത്തും അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ കാറ്റുകളിൽ മിക്കതിനെയും പ്രതിരോധിക്കാൻ നിനക്ക് സാധിക്കും. അപ്പൊ ഇസ്ലാമിക ലോകത്ത് ഉയർന്നു വന്നിട്ടുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഈ വക വിഷയങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അത് ക്ലാരിറ്റി വെച്ച് അത് പഠിക്കൽ നിനക്ക് നിർബന്ധമാണ്. വലമ്മാ ഫറത കസീറുൻ മിനത് തായിബീന ഫീ ഹാദൽ ബാബ് വലം യുഖ്ബിലൂ ഫീ ബിദായത്തി തൗബതിഹിം അലാ തഅല്ലുമി ഉസൂലി അഹ്ലി സുന്ന വൽ ജമാഅ വമൻഹജിഹിം അസ്ബഹു മുദ്തറബീന മുതഖബ്ബതീന ബിഅദ്നാ ശുബ്ഹത്തിൻ നസ്അലുല്ലാഹ അസ്സലാമ വൽ ആഫിയ. സലഫിയത്തിലേക്ക് മടങ്ങി വന്ന മിക്കവരും ഈ വിഷയത്തിൽ വീഴ്ച വരുത്തുകയും അവരെ തൗബയുടെ തുടക്കത്തിൽ തന്നെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകൾ പഠിക്കുന്നതിൽ അവർ തയ്യാറാകാതിരിക്കുകയും വമൻഹജിയും അഹ്ലുസ് സുന്നത്തിന്റെ മൻഹജ് പഠിക്കുന്നതിലും അവർ മുന്നോട്ട് വരാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അസ്ബഹു മുദ്തറബീൻ, അവർ പതർച്ചയുള്ളവരായി, മുതഖബ്ബിതീൻ തപ്പിത്തടയുന്നവരായി, ശരിക്കും ഉറച്ചു നിൽക്കാതെ ആശയക്കുഴപ്പങ്ങളിൽ അകപ്പെട്ട് അസ്ഥിരതയിൽ അകപ്പെട്ടവരായി അവർ മാറി. ബിഅദ്നാശുബഹത്ത്, എന്തെങ്കിലും ചെറിയ സംശയം ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേക്ക് തന്നെ എന്താ പറയേണ്ടത് തിരിയാത്ത അസ്ഥിരതയും അനിശ്ചിതത്വവും അവർക്കുണ്ടായിത്തീരുന്നു. എന്താ കാരണം? ഈ വിഷയത്തെ അവർ വീഴ്ച വരുത്തി. ഏത് വിഷയത്തില്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകൾ കൃത്യമായി പഠിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തി. മനസ്സിലായില്ലേ? അതാണ് മൂന്നാമത്തെ വസിയത്ത്. വമൻ തഅമ്മല ഫീ ഹാലിഹിം ഫഇന്ന ജുസൂറൻ അംസിലതൻ കസീറ, ഇത്തരം ആളുകളെ അവസ്ഥയെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ നിനക്ക് കാണുവാൻ സാധിക്കും. ശേഖ് അവറുകളതിന് 2 ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് വിശദീകരിക്കാനെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിരവധി നമ്മുടെ തന്നെ പരിസരങ്ങളിൽ തന്നെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കും. ഞാനത് അവസാനിപ്പിക്കാണ്. ഇനി മൂന്നാമത്തേതിലേക്ക് നമുക്ക് കടക്കാം. 4-ാമത്തേത് അൽ വസിയ്യത്തു റാബിഅ ലാ തഅഖുദിൽ ഇൽമ ഇല്ലാ മിമ്മൻ ഉരിഫ ബിസ്സുന്ന, സുന്നത്ത് കൊണ്ട് അറിയപ്പെട്ടവനിൽ നിന്നല്ലാതെ നീ ഇൽമെടുക്കരുത്. അപ്പൊ ആദ്യം പറഞ്ഞു ഇൽമെടുക്കലാണ് ആദ്യം വേണ്ടത്. അതിൽ ആദ്യം ഇൽമ നേടേണ്ട ഏത് വിഷയത്തിലാണ്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകളിലാണ്. ഉസൂലുകൾ ആദ്യം പഠിക്കേണ്ട ഏതാണ്, പിന്നെ പഠിക്കേണ്ട ഏതാണ് ഒക്കെ പറഞ്ഞിട്ട് ഇനി ഇൽമെടുക്കേണ്ടതായിരുന്നായിരിക്കണം. കാരണം നടകൂടത്തിനൊക്കെ പോയി പഠിക്കാൻ പറ്റുമോ? പറ്റൂല. അഹ്ലുസ് സുന്നത്താണ് എന്ന് ഉറപ്പുള്ള ആളുകളിൽ നിന്ന് മാത്രം ഇൽമെടുക്കുക. ഇപ്പൊ ചില ആളുകൾ ചോദിക്കും അത് കേട്ടൂടെ ഇത് കേട്ടൂടെ, അതും നല്ലതല്ലേ ഇതും നല്ലതല്ലേ. 25 കൊല്ലം കേട്ടാൽ നിങ്ങൾ എവിടെ എത്തൂല. കാരണം അത് കേൾക്കും, എന്റെ കഷ്ണം കേൾക്കും, ഇതിന്റെ കഷ്ണം കേൾക്കും. നമുക്ക് ആകെ കുറച്ച് ആയുസുള്ളൂ. ആ ആയുസിൽ ദീന് പഠിക്കാൻ നമ്മൾ കുറച്ച് സമയം ചെയ്യുന്നുള്ളൂ, നീക്കി വെക്കുന്നുള്ളൂ. അല്ലെ? ദീന് പഠിക്കണം എന്ന് താല്പര്യമുള്ളവരാണ് ഇപ്പൊ നമ്മളിവിടെ വന്ന അധികം ആളുകളും. അല്ലെ? നമ്മൾ എത്ര മണിക്കൂർ നീക്കിയൊക്കെണ്ട് ഇപ്പോഴത്തെ ഈ ചുറ്റുപാടില്? കൃത്യം 1 മണിക്കൂർ നിത്യവും ദീനി ദർസുകൾ കേൾക്കുന്ന എത്ര ആളുണ്ടാവും? 1 മണിക്കൂർ ഫോണൊക്കെ ഓഫാക്കി 1 മണിക്കൂർ ദീന് പഠിക്കാൻ വേണ്ടി നീക്കിയ എത്ര ആളുണ്ടാവും? എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവും. ചില ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് ഒരാൾ വിളിച്ചാൽ ഞാൻ 3 ദർസ് കേട്ടു. കുറച്ച് പ്രായമുള്ള ആളാണ്. കാരണം അങ്ങനത്തെ സൗകര്യം ഇപ്പൊ ഉണ്ടല്ലോ, ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കുകയാണ്. മനസ്സിലായില്ലേ? അത്ര സൗകര്യമല്ല നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എതിറുമില്ല. എവിടെ നടക്കുന്ന ക്ലാസ് നമ്മളെ കയ്യിൽ വരികയാണ്. അല്ലേ?
എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. നമ്മക്കറിയുന്നത് ധാരാളം ദർസുകൾ അറബിയിലായാലും ഇംഗ്ലീഷിലായാലും മലയാളത്തിൽ മാത്രമേ കുറവുള്ളൂ. കാരണം ക്ലാസ് എടുക്കാൻ കഴിവുള്ള ആളുകൾ കുറവാണ്. നമ്മളെപ്പോലത്തൊക്കെ തുടക്കക്കാരായതുകൊണ്ട് ചാടി വീണ് ക്ലാസ് എടുത്താൽ പിന്നെ അബദ്ധം വരണാച്ചിട്ട് കുറച്ചേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? പറ്റ നിർത്തിവെക്കാൻ വയ്യല്ലോ എന്നുള്ള നിലക്കാണ് നമ്മൾ കുറേശ്ശെ എന്ത് ചെയ്യുന്നത്, അബദ്ധങ്ങൾ വരാതെ കുറേശ്ശെ ക്ലാസ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇൽമ് എടുക്കുന്ന ആരിൽ നിന്നായിരിക്കണം? അഹ്ലുസുന്നയുടെ ആദർശമുള്ള യഥാർത്ഥ സലഫിയാണെന്ന് അറിഞ്ഞോലിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൽമ് എടുക്കാൻ പാടുള്ളൂ. അതിന് തെളിവെന്താ? ഇമാം മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ, താബിഈങ്ങളിൽപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞ വാക്ക് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഖാലൽ ഇമാം മുഹമ്മദ് ബിൻ സീരീൻ ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ ഇൽമ്, ഈ വിജ്ഞാനം ദീനാണ്. അതുകൊണ്ട് ആരിൽ നിന്നാണ് നിങ്ങൾ ദീൻ എടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കണ്ടോ? അപ്പൊ ദീന് ആരിൽ നിന്ന് എടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. വഖാല അയ്ലൻ, അദ്ദേഹം വീണ്ടും പറഞ്ഞു, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദി. ആദ്യകാലത്ത് സഹാബികൾ ഹദീസ് കേട്ട സനദ് ചോദിച്ചിരുന്നില്ല. കാരണം സഹാബികൾ മാത്രമല്ല, നബി നേരിട്ട് കേട്ടോലെ ആയിരിക്കുമല്ലോ സഹാബികളും പിന്നെ കുറച്ച് താബീങ്ങളും ഉള്ളത്. എന്നാൽ ഫലം വഖഅത്തിൽ ഫിത്ന വന്നപ്പോൾ, റസൂലിന്റെ പേരിൽ കള്ളം പറയലൊക്കെ തുടങ്ങിയപ്പോ എന്തായി? ഖാലു സമ്മൂലനാ റിജാലക്കും. അവർ പറയാൻ തുടങ്ങി, നിങ്ങൾ ഹദീസ് മാത്രം പറഞ്ഞാൽ പോലെ ആരാ പറഞ്ഞെന്ന് പറഞ്ഞു തരണം, നിങ്ങൾ റാവിമാരെ പറഞ്ഞു തരണം എന്നവർ പറയാൻ തുടങ്ങി. അതെന്തിനാ പറഞ്ഞത്? ഫയുൻദറു ഇലാ അഹ്ലി സുന്ന ഫയൂഖദു ഹദീസുഹും വയുൻദറു ഇലാ അഹ്ലിൽ ബിദ്അഇ ഫലാ യൂഖദു ഹദീസുഹും. അങ്ങനെ അഹ്ലുസുന്നത്താണ്, റാവിന്റെ പേര് കേട്ട അവർക്ക് മനസ്സിലാവും ആ കാലഘട്ടത്തിലെ ഏതെങ്കിലും വ്യതിയാന കക്ഷിപ്പെട്ട ആളാണോ അല്ലേന്ന് മനസ്സിലാവും. അപ്പൊ അഹ്ലുസുന്നയാണോ ഓന്റെ ഹദീസ് സ്വീകരിക്കും, അഹ്ലുൽ ബിദ്അയാണോ ഓന്റെ ഹദീസ് തള്ളിക്കളയും. അപ്പൊ അത് അന്നേ തുടങ്ങിയിട്ടുണ്ട്. സഹാബികളെ കാലത്തെ അഹ്ലുസുന്നത്തിന്റെ ആളുകളിൽ നിന്ന് മാത്രമേ അവർ ഹദീസ് സ്വീകരിക്കുള്ളൂ. ഓ മുഅ്തസിലിയാണോ ഓന്റെ ഹദീസ് വേണ്ട, ഓ ഖദരിയാണോ ഓന്റെ ഹദീസ് വേണ്ട. ഇങ്ങനെ പിന്നെ ചില അഹ്ലുൽ ബിദ്അന്റെ ചില ഹദീസുകൾ സ്വീകരിക്കും, അവരെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നതല്ലെങ്കിൽ. അതിന് ചില നവാബിത്തുകളൊക്കെ പണ്ട് മൊത്തത്തിൽ അഹ്ലുൽ ബിദ്അന്റെ തള്ളിക്കളയാ, അഹ്ലുസുന്നത്തെ സ്വീകരിക്കുക. അത് ഇന്നും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലല്ലേ? അതും കേൾക്കുക ഇതും കേൾക്കുക. നമുക്ക് മൻഹജും അഖീദയും ക്ലിയർ ഉള്ളത് തന്നെ കേൾക്കാൻ നമുക്ക് നേരില്ല. ഉണ്ടോ? നമ്മൾ മൻഹജും അഖീദയൊക്കെ ക്ലിയർ ഉള്ളതൊക്കെ കേട്ട് എല്ലാം പഠിച്ച് പിന്നെ സമയം ബാക്കിയുണ്ടെങ്കിൽ എന്നാ അതൊന്ന് കേട്ടു നോക്കാം. കുറച്ച് തെറ്റുമൊക്കെ ഉണ്ടാവും, എന്നാലും ഒന്ന് കേട്ടു നോക്കാം. അങ്ങനെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. അങ്ങനെ സമയം ഉണ്ടോ? കുറച്ച് ആയുസ് അതിൽ ദീന് പഠിക്കാൻ വേണ്ടി നീക്കി വെക്കുന്ന സമയം. അപ്പൊ അത് വളരെ ക്ലാരിറ്റി ഉള്ളത് മാത്രം കേൾക്കുക. അത് ഒരു തർത്തീബ് അനുസരിച്ച് കേൾക്കുക. ആദ്യം പഠിക്കേണ്ടത് പിന്നെ പഠിക്കേണ്ടതില്ല. നമുക്ക് അതിലൊന്നും ഒരു തർത്തീബില്ല. അതുകൊണ്ട് 25 കൊല്ലം കേട്ടാലും എവിടെ എത്തൂല നമ്മൾ. അവരവസ്ഥയാണ് നമുക്കുള്ളത്. സീരിയസ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് പല ആൾക്കും ഇല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുക, ഞാനും കേട്ടൊരു ക്ലാസ് എന്ന് പറയാൻ, കോട്ടാവിട്ട് എന്ന് തോന്നി അതിലൊക്കെ 2 പോണെന്ന് അന്ന് നോക്കാക്കി പിന്നെയും കേട്ട് ഒന്നും ഒരു ക്ലിയാരിറ്റി വരില്ല. സീരിയസ് ആയിട്ട് ഫോൺ ഓഫാക്കി ഒന്നുണ്ടാക്കിയിരിക്കണം എന്നാ ഞാൻ പറയല്. കാരണം എന്താ, ശൈത്താന് ഇൽമിന് ഭയങ്കര എതിരല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങണം. അപ്പൊ എടുക്കേണ്ടത് ആരിൽ നിന്നാണ്? അഹ്ലുസുന്നയിൽപ്പെട്ട സെലഫികളായ ആളെന്ന് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൽമെടുക്കാൻ. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? കുറെ ശുഭാത്തുകൾ ഉണ്ടാവും. പിന്നെ അത് തിരുത്താൻ നടക്കണം. ഒന്നാണ് മണ്ടയിൽ അടിച്ച് കയറിപ്പോയി അത് ഇളക്കി കിട്ടാൻ പിന്നിപ്പോലെ പണിയാ. മനസ്സിലായില്ലേ? വലമ്മ ഫർറത ബഅദു തഈബീന ഫീ മഅരിഫതി ഹാദിഹിൽ ഉസൂലി വല്ലവാബിത്. ഈ പറഞ്ഞ വ്യവസ്ഥകളും അടിസ്ഥാന തത്വങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിൽ സലഫിയത്തിലേക്ക് മടങ്ങി വന്ന പല ആളുകളും വീഴ്ച വരുത്തിയതിനാൽ അസ്ബഹു ഉർലതൻ ലിശുബഹ്, അവർ ആശയക്കുഴപ്പങ്ങളുടെ ഇരകളായി മാറി. വമഹല്ലൻ ലിതലാഉബി കസീരിൻ മിമ്മൻ യന്തസിബുന ഇലൽ ഇൽമി വസ്സലഫിയ്യ, ഇൽമിലേക്കും സലഫിയത്തിലേക്കും ചേർത്തി പറയുന്ന പല ആളുകളുടെയും കളിപ്പാട്ടങ്ങളായി ഇവർ മാറിക്കഴിഞ്ഞു. ഫമാ യഅതി അൻ ശഖ്സുൻ യദ്ദഇ ഇൽമ ഔ യുദ്ഹിറ സിറതഹു ബികിബാരി അഹ്ലി മിൻ അഹ്ലി സുന്ന ഇല്ലാ വതജിദു ശബാബ തൈബ ഖദിൽ തഫു ഹൗലഹു മിൻ ഗൈരി തംഹീസ് ലിഹഖീഖതിഹി വലാ തദ്ഖീഖിൻ ഫി സീറതിഹി. ഒരാൾ ഞാൻ സലഫിയാണ്, എനിക്ക് വലിയ പണ്ഡിതന്മാരായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ് എന്നൊക്കെ വെളിവാക്കിക്കൊണ്ട് ഒരാൾ രംഗത്ത് വന്നാൽ സലഫിയത്തിലേക്ക് മടങ്ങി വന്ന ചെറുപ്പക്കാർ അവരെ പിന്നാലെ കൂടും. അവന്റെ സ്ഥിതി എന്താണെന്ന് ശരിക്കും അന്വേഷിക്കാതെ. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുണ്ട്. എല്ലാവരും സലഫിയാന്നാ പറയുന്നത് അല്ലെ? തനിച്ച സുറൂറി ആയിരിക്കും പറയലെന്താ സലഫിയെന്നാ, തനിച്ച ഇഖ്വാനി ആയിരിക്കും പറയലെന്താ. കാരണം സലഫി പറഞ്ഞാൽ ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ഉള്ള അവസ്ഥ സലഫി പറഞ്ഞാൽ അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ ഇഖ്വാനികളും എന്താ പറയാ, ഞങ്ങൾ സലഫികളാണ്.
അല്ലേ? ഇപ്പൊ കർലാവിയൊക്കെ വലിയ സെൽഫി എന്ന് വിചാരിക്കും നമ്മളാളുകൾ ഇപ്പോഴും ഉണ്ട്. അയാളെ പത്ത് കൊടുക്കുന്ന ആളുകൾ. കർലാവി ആരാ? മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും വരുമ്പോഴൊക്കെ അവരൊക്കെ പിന്നാലെ കൂടുന്നത് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ഇയാള് ദുരുദ്ദേശത്തോടു കൂടിയ സെൽഫിയത്ത് വാദിച്ച് രംഗത്ത് വരുന്നത് ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങും. അപ്പൊ ആളുകളൊക്കെ കൂടി തന്നെ ആളുകൾക്കൊക്കെ ഇഷ്ടമായി തോന്നുമ്പോ അയാൾ കുറെ ഹുവാനിസം സീറോനിസം ഉള്ളിക്കൂടി ഇങ്ങനെ കയറ്റാൻ തുടങ്ങും. കണ്ടകള് വളരെ വ്യക്തമായിട്ട്. ഇതിപ്പോ ഇമാറാത്തിൽ ഇരുന്ന് എഴുതിയ ആളാ. ആര്? അബു അബ്ദുല്ല അഹമ്മദ് മുഹമ്മദ് ഷെഹി. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഒരവസ്ഥ നമുക്ക് വരാതിരിക്കണം. നമുക്ക് പതർച്ചയും ചാഞ്ചല്യവും ഇല്ലാതിരിക്കണം. ശൈഖ് അവറുകൾ പറയുന്നത് ഈ ഇൽത്തിറാബ് വരാനുള്ള കാരണം, അപ്പൊ ഇയാള് ഇങ്ങനെ സുറൂസൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ പിന്നെ അയാളുടെ ശിഷ്യന്മാർക്കിടയിൽ തർക്കാവും. അയാളെ നിലനിൽക്കാൻ പറ്റുമോ പറ്റൂലേ, അയാൾ അങ്ങനെ പറഞ്ഞില്ല, അത് ശരിയായോ. അവ ശിഷ്യന്മാരെന്താവും? 2-3 കക്ഷിയാവും. ഒരാളുകൾ ഉസ്താദിന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കും. ചില ആളുകൾ ഉസ്താദിന്റെ അത്ര ഉസ്താദിനെ വിശ്വാസമില്ലാതെ ഇടയ്ക്ക് ക്ലാസ്സിന് പോകുന്ന ഉസ്താദിനെ വിട്ടിട്ടില്ല, അങ്ങനത്തെ ആളുകളായി മാറും. ചില ആളുകൾ പരസ്യമായിട്ട് ആളെ തള്ളി പറഞ്ഞുകൊണ്ട് പുറത്തു പോകും. അല്ലേ? ഇങ്ങനെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇൽത്തിറാബ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ശൈഖ് അവറുകൾ പറയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ പതർച്ചയും ഈ ചാഞ്ചല്യം ഉണ്ടായത്. ഒന്ന്, അദമു ഇഖ്ബാലി താഇബീന അലൽ ഇൽമി നാഫി ലാ സിയമാ ഇൽമി ഉസൂലി അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഇവർ ഇൽമു പഠിക്കുന്നതിന് മുന്നോട്ട് വന്നില്ല, പ്രത്യേകിച്ചും അഹ്ലുസ് സുന്നയുടെ ഉസൂലുകൾ പഠിക്കുന്നതിൽ. വദാലിക അന്നൽ ഇൽമ ഇസ്മത്തും ലിസാഹിബിഹി മിനൽ സലൽ. ഇൽമാണ് വ്യതിയാനങ്ങളിൽ നിന്ന്, വ്യതിചലനങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നതും സംരക്ഷിക്കുന്നതും. അതുകൊണ്ട് ശരിയായ ഇൽമു നേടണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, അബൂബക്രത്ത് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് അല്ലട്ടോ, അബൂബക്രത്ത് റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധ സമയത്ത് അലി റളിയല്ലാഹു അൻഹു മുആവിയ തമ്മിലുള്ള യുദ്ധമാണ്. സഹാബികൾക്കിടയിൽ നടന്ന, വളരെ ഖേദത്തോടുകൂടി മാത്രം നമ്മൾ കൂടുതലായി ഇറങ്ങി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടുപേരും സഹാബികളാണ്, രണ്ടുകൂട്ടർ മുജ്തഹിദുകളാണ്. നമുക്ക് അവരെ പറ്റി നിരൂപണം നടത്താൻ അധികാരമില്ലാത്തവരാണ് നമ്മൾ. എങ്കിലും ആ സംഭവം കണ്ണീരോടെ മാത്രം സ്മരിക്കുന്ന ആ സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്നു. അവരൊട്ടകപ്പുറത്ത് കൂടാരത്തിലായിരിക്കണം, അവരാരും കാണില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ശരീരം ഒന്നാകെ മൂടുന്ന വസ്ത്രടും, അതിന് പുറമെ ഒട്ടകത്തിന്റെ മേലൊരു കൂടാരൻ, ആ കൂടാരത്തിലായിരിക്കുക. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ബസറയിലേക്ക് കൊണ്ടുവന്നപ്പോ പറഞ്ഞെന്താ, മങ്ങൾ വന്നാൽ ഈ തർക്കത്തിന് പരിഹാരമാവും, നിങ്ങളൊരു സുൽഹ് ഉണ്ടാക്കണം കൊണ്ടുവന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ എന്തായി, ഒരു പക്ഷത്തുള്ള ആളായി ആയിഷ റളിയല്ലാഹു അൻഹ, അല്ലേ? ജമൽ യുദ്ധത്തിൽ അലി അള്ളാഹിന്റെ എതിർപക്ഷത്തായിട്ട് അദ്ദേഹം, അവര് ജമൽ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തു എന്നൊക്കെ നമ്മൾ ആളുകൾ പറയല്. ആയിഷ ബീവി ഒട്ടകപ്പുറത്ത് നിന്ന് യുദ്ധം നയിച്ചു. അവർ യുദ്ധം നയിച്ചിട്ടുമില്ല, യുദ്ധത്തിന് വന്നതുമല്ല. എന്തിനാ വന്നത്? സുൽഹ് ഉണ്ടാക്കാൻ വന്നതാണ്. പക്ഷെ അവർ വന്നതിൽ പിന്നീട് അവർ തന്നെ ഖേദിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഒരു ഹദീസ് എന്നെ രക്ഷിച്ചു. റസൂലിൽ നിന്ന് ഞാൻ കേട്ട ഒരു ഹദീസ്, അതേതാ? കിസ്റ മരിച്ചു എന്ന് കേട്ടപ്പോ, കിസ്റന്റെ മകളെ കിസ്റന്റെ പിൻഗാമിയായി നിയോഗിച്ചു എന്ന് കേട്ടപ്പോ റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ. തങ്ങളുടെ കാര്യം ഒരു പെണ്ണിനെ, ഭരണകാര്യം ഒരു പെണ്ണിനെ ഏൽപ്പിച്ച ജനത ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് റസൂൽ പറഞ്ഞൊരു ഹദീസ് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് ഫലമ്മാ വഖഅത്തിൽ ഫിത്ന, ഈ ഫിത്ന ഉണ്ടായപ്പോൾ തദക്കറ അബൂബക്കർ ഹാദൽ ഹദീസ്, ഈ ഹദീസ് ഓർത്തു. അങ്ങനെ ഇന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അസമനി അല്ലാഹു ബിശൈഇൻ സമിഅതുഹു മിൻ റസൂലില്ലാഹ് ലമ്മാ ഹലക കിസ്റ ഖാല മൻ ഇസ്തഖലഫു ഖാലു ഇബ്നതഹു. കിസ്റ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ റസൂൽ ചോദിച്ചു, ആരെയാണ് അദ്ദേഹത്തിന് പിൻഗാമിയാക്കിയത്? അവർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകളെയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞ വാക്കാണിത്, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹു ഇംറഅതൻ. എന്താ അർത്ഥം? തങ്ങളുടെ ഭരണകാര്യം ഒരു സ്ത്രീയെ ഏൽപ്പിച്ച ജനത ലൻ യുഫ്ലിഹ, ലൻ എന്ന നെവർ, ഒരിക്കലും വിജയിക്കൂല. മനസ്സിലായില്ലേ? ഫലമ്മാ ഖദ്ദമത് ആയിഷത്ത് യഅനി അൽബസറ ദക്കർതു ഖൗല റസൂലില്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ ഇത് ഓർത്തു, അത് എന്നെ രക്ഷിച്ചു. ഞാൻ ആ ഫിത്നയിൽ എന്ത് ചെയ്തു? വിട്ട് നിന്നു. ആര് പറയാ? അബൂബക്കർ റളിയല്ലാഹു. അപ്പോൾ ഇവിടെ എന്തിനാ പറഞ്ഞ, ഇൽമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കാത്ത് രക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇൽമ നേടണം. രണ്ടാമത്തെ കാരണം അദമുർ റുജൂഇ ഇലാ അഹ്ലിൽ ഇൽമി ഇത് കാനൽ ഔലാ സുആല അഹ്ലി വതുല്ലാബി മിൻ അഹ്ലി സുന്നൽ ജമാഅ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ
പുതിയതായി രംഗത്ത് വന്ന ഈ ഷേഖിന്റെ അനുയായികള് വെള്ളം എല്ലാവർക്കും കുടിക്കും, വെള്ളം കൊണ്ട് ഈ ഷേഖിന്റെ അനുയായികൾക്ക് പതർച്ച ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് പറഞ്ഞത്? ഒരു കാരണം ഇൽമ് ശരിക്കും പഠിക്കാത്ത, രണ്ടാമത്തത് അഹ്ലുൽ ഇൽമിനോട് ചോദിച്ചില്ല. ഒരാൾ രംഗത്ത് വരുമ്പോ, ഒരാൾ പുതുതായിട്ട് സെൽഫി എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോ അയാൾ യഥാർത്ഥ സെൽഫി തന്നെയാണോ, അയാൾ അതിനകത്രം പഠിച്ചിട്ടുണ്ടോ, അയാളെ ഇൽമെടുക്കാൻ പറ്റുമോ എന്ന് അവിടെയുള്ള ഉന്നതരായ പണ്ഡിതന്മാരോട് എന്ത് ചെയ്യണം, ചോദിച്ചിട്ട് ഉറപ്പുവരുത്തണം. കാരണം കള്ള നാണയങ്ങൾ ഒരുപാടുള്ള ഒരു കാലാണ്. നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. അതാണ് ശൈഖ് അവറുകൾ ഇവിടെ എടുത്തു പറയുന്നത്. പിന്നെ അദ്ദേഹം പറയാണ്, അപ്പൊ അയാള് ശരിയല്ല, അയാള് ഇൽമെടുക്കാൻ പറ്റാത്ത ആളാണ്, അയാള് ശരിയായ സെൽഫിയൊന്നും അല്ല എന്ന് കൃത്യമായ അറിവ് കിട്ടിയാൽ പിന്നെ നമ്മളതിന് മാറി നിൽക്കണം. വലിയ യാതൊരു സംശയമല്ല. അതല്ല, അദ്ദേഹത്തിന് ഇൽമെടുക്കാൻ പറ്റുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അയാളുടേതായ ഒരു സ്ഥാനം അയാൾക്ക് കൽപ്പിക്കാം. പക്ഷെ അയാളെങ്ങനെ ഇബ്നു ഉസൈമീന്റെയും ഷെയ്ഖ് അൽബാനിന്റെയും ഒക്കെ സ്ഥാനത്ത് അവരെ വെക്കാൻ പാടില്ല. മിൻ ഗൈരി ഉലുവിൻ ബൽ യുനസ്സലു മൻസിലതുഹു മർതബതുഹു. അതിന് കവിയാൻ പാടില്ല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ. അദ്ദേഹം താലിബുൽ ഇൽമാണെങ്കിൽ താലിബുൽ ഇൽമിന്റെ അതിൽ തന്നെ വെക്കണം. ആ മർത്തബ അദ്ദേഹത്തിന് കൽപ്പിക്കാം. വഹാദിഹി നുക്ത മുഹിമ്മ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണിത്. എന്ത്? വഹിയ തമീസു ബൈന അഹ്ലിൽ ഇൽമി റബ്ബാനിയീൻ അഹ്ലിൽ മർജഇയ്യത്തിൽ ഇൽമിയ വൻ നവാസിൽ. പുതിയതായ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് ഫത്വ ചോദിക്കാവുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളെ, ഇതുപോലെ കൽ ഇമാമീൻ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് റഹിമഹുമുല്ലാ, രണ്ടാളും മരിച്ചതിന് ശേഷം ചെയ്തത്. ഇമാം അൽബാനി, ഇബ്നു ബാസ്, അവരൊക്കെ സമൂഹത്തിൽ പുതുതായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാവുന്ന വലിയ പണ്ഡിതന്മാരാണ്. വമൻ ബഖിയ മിൻഹും മിനൽ ഉലമാഇ റബ്ബാനി കൽ മശായിഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ. അപ്പൊ സാലിഹ് ഉസൈമീൻ ജീവിച്ചിരുന്ന കാലത്ത് ഇന്നും അവശേഷിക്കുന്ന സാലിഹ് ഉസൈമീൻ, സാലിഹ് ബിൻ ഫൗസാൻ, റബീ ബിൻ ഹാദിൽ മദ്ഖലി, വശൈഖ്ന മഖ്ബൂൽ ഹാദിൽ വാദിഇ വഗൈരി മിമ്മൻ ഫി മർതബത്തി മിൻ അഹ്ലിൽ ഇൽം. അവരും അതുപോലെയുള്ള അവരുടെ പദവിയിലുള്ള ആളുകൾ. മിൻ അഹ്ലിൽ ഇൽമി വൽ ഫത്വ, ഫത്വ കൊടുക്കാനും അതുപോലെ തന്നെ ഇൽമിന്റെ ആളുകളുമായി അറിയപ്പെട്ട കിബാറുകൾ, അവരെയും അതുപോലെ തന്നെ വബൈന തലബത്തിൽ ഇൽമിൽ മുബർരിസീന, ഇപ്പോൾ പുതുതായി രംഗത്ത് വന്നിട്ടുള്ള തുല്ലാബുൽ ഇൽമി, അവർ രണ്ടുപേരും വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എന്താ? ഇങ്ങനെ പുതിയ രംഗത്ത് വന്ന ആള് ഇൽമുഹും വബാനത്ത് സുന്നിയത്തുഹും, അവർ ഇൽമുള്ള ആളാണ്, അഹ്ലു സുന്നിപ്പെട്ട ആളാണ് എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. അൻതരീഖി കുത്തുബി, അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ. വതസ്കിയത്ത് അഹ്ലിൽ ഇൽമി റബ്ബാനിയല്ലഹും, വലിയ പണ്ഡിതന്മാർ അവരെ കുറിച്ച് ഇവര് നല്ല ആളുകളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫഹഉലൈ ലഹും മർതബത്തുഹും വമൻസ, അവർക്ക് അവരുടേതായ പരിധി, പദവിയും സ്ഥാനവുമുണ്ട്. വബൈന മൻ ഹുവ ദൂനഹും മിൻ തലബത്തിൽ ഇൽമി, ഇനി അവരെക്കാൾ താഴെയുള്ള തുല്ലാബുൽ ഇൽമി ഉണ്ടാവും. അല്ലദീന ഉരിഫത്ത് സലഫിയത്തും വഖുദറത്തും അല തഅലീം, വലിയ പണ്ഡിതന്മാരൊന്നും അല്ലെങ്കിലും ക്ലാസ് എടുക്കാനും മറ്റൊക്കെ പറ്റിയ തുല്ലാബുൽ ഇൽമാണ്. അപ്പൊ തുല്ലാബുൽ ഇൽമ തുല്ലാബുൽ ഇൽമിന്റെ സ്ഥാനം കൽപ്പിക്കുക, ഉലമാക്കൾക്ക് ഉലമാക്കളെ സ്ഥാനം കൽപ്പിക്കുക, അതിൽ കിബാറുകൾക്ക് കിബാറുകളെ സ്ഥാനം കൽപ്പിക്കുക. അതൊക്കെ ആർക്കാ മനസ്സിലാകുക, എങ്ങനെ മനസ്സിലാകുക? അതൊക്കെ ഇൽമേറ്റ് ബന്ധപ്പെട്ട അത് മനസ്സിലാവും അല്ലേ? വലിയ കച്ചവടക്കാരൻ ആരാണ്, ഇടത്തരം കച്ചവടക്കാരൻ ആരാണ്, ഹോൾസെയിൽ ആരാ, റീറ്റെയിൽ ഒക്കെ നിങ്ങൾക്കറിയില്ല. കച്ചവടക്കാർക്ക് നമുക്കറിയോ? നമുക്ക് എല്ലാവരും കച്ചവടക്കാരല്ലേ എന്നതുപോലെ ഇൽമേറ്റ് ബന്ധപ്പെട്ട് ഉലമാക്കളേറ്റ് ബന്ധപ്പെട്ട ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കാരണം എന്നോട് ഇപ്പൊ ഒരാൾ ചോദിച്ചതാ, ഒരു വലിയ സംസ്ഥാന നേതാവിനോട് ഞാൻ സലാലിന്ന് സംസാരിച്ചപ്പോൾ അയാൾ പറയാണ്, ഇപ്പൊ ഉണ്ട് ഗ്രേഡ് തിരിക്കല്, അയാൾ കിബാറാണ്, ഇയാള് സിഗാറാണ്, ഇയാള് തുല്ലാബുൽ ഇൽമാണ്. ആരാ അതൊക്കെ ഉണ്ടാക്കിയത്? അപ്പൊ അങ്ങനെയൊക്കെ പണ്ഡിതന്മാരൊന്നും അങ്ങനെയൊന്നും ആവശ്യമില്ല, നമ്മൾ പോണമാതിരി പോയാൽ മതി എന്നുള്ളത് നമുക്ക് ന്യായം പറയണം. അതൊക്കെ അപ്പൊ അതൊക്കെ അതേറ്റ് ബന്ധപ്പെട്ട ആളുകൾക്ക് അതൊക്കെ വ്യക്തമായിട്ട് അറിയും. വലിയ കച്ചവടക്കാർ, വലിയ കോർപ്പറേറ്റ് മുതലാളി ആരാണ്, സാധാ ഫുട്പാത്ത് കച്ചവടക്കാരൻ ആരാണ്, എല്ലാരും നമുക്കറിയില്ലേ? അത് അറിഞ്ഞിരിക്കണമല്ലോ. ഫുട്പാത്ത് കച്ചവടക്കാരനെയും കോർപ്പറേറ്റ് മുതലാളി ഒരുപോലെ കാണും, നമ്മള് കാണില്ലല്ലോ. അതുപോലെ ഓരോ രംഗത്തുള്ളവരെയും വലുതാരും ചെറുതാരും മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഇത് ദീനിന്റെ വിഷയമാണ്. അപ്പൊ നാലാമത്തെ വസിയത്ത് എന്താ? യാ സഖരിയ, എന്താണ് നാലാമത്തെ വസിയത്ത്? സുന്നത്ത് കൊണ്ട് അറിയപ്പെട്ട ആളുകളിൽ നിന്ന് അഹ്ലുസുന്നയിൽപ്പെട്ട ആളാണെന്ന് ഉറപ്പുള്ളവരിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൽമെടുക്കാൻ പാടുള്ളൂ. അതാണ് ഇപ്പൊ പറഞ്ഞ നാലാമത്തെ വസിയത്ത്. ആ തർത്തീബ് ഉണ്ടോ വസിയത്തിന്റെ? ഒന്നാമത്തെ വസിയത്ത്, ഈ നിഅമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു ശുക്ർ അല്ലേ? ശുക്ർ ചെയ്തിട്ട് പിന്നെന്താ വേണ്ടത്? നിങ്ങൾ ആദ്യങ്ങളെ തൗബ ശരിയാക്കാൻ ആദ്യം വേണ്ടത് തലബുൽ ഇൽമാണ്. പിന്നെ ആ തലബുൽ ഇൽമിൽ ആദ്യം പഠിക്കേണ്ട എന്താണ്?
അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകളാണ്. ഉസൂലുകളിൽ ആദ്യം പഠിക്കേണ്ടത് തൗഹീദാണ്, അഖീദയുമായി ബന്ധപ്പെട്ട ഉസൂലുകളാണ്. പിന്നെ അതിന് പുറമെയുള്ള അത് അഖീദ ഗ്രന്ഥങ്ങളിൽ വന്ന അമലിയായ കാര്യമാണെങ്കിലും അഖീദയിൽ ഉൾപ്പെടുത്താൻ മാത്രം പ്രധാനപ്പെട്ട, കാരണം അതിലൂടെയാണ് സലഫിയത്ത് വേറിട്ട് നിൽക്കുന്നത് അഹ്ലുൽ ബിദയിൽ നിന്ന്. അങ്ങനത്തെ വലാ ബറാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ പറഞ്ഞ നാലാമത്തെ വസിയത്ത് ഇപ്പൊ പറഞ്ഞത് അഹ്ലുസുന്നത്തിൽ നിന്ന് അറിയപ്പെട്ട അഹ്ലുസുന്നയാണെന്ന് ഉറപ്പുള്ള ആളുകൾ നിന്ന് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൽമെടുക്കാൻ പാടുള്ളൂ. ഇനി അഞ്ചാമത്തെ വസിയത്ത് അൽ വസിയത്തുൽ ഖാമിസ ളറൂറത്തുർ റുജൂഇ ഇലാ കിബാരി അഹ്ലിൽ ഇൽമി ഫീ മുഹിമ്മാത്തിൽ മസാഇൽ. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അഹ്ലുൽ ഇൽമിൽപ്പെട്ട കിബാറുകളിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സമൂഹത്തെ മൊത്തത്തിൽ ലോകാടിസ്ഥാനത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ, ഒരു പുതിയ വിഷയമാണെങ്കിൽ അതെന്ത് വേണം? അത് അവിടെ സാധാരണയുള്ള ലോക്കൽ ആളുകളോട് ചോദിച്ചാൽ മതിയാവോ? മതിയാവില്ല. മുഹിമ്മാത്തുൽ മസായിലുകൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ കിബാറുകളിലേക്ക് മടങ്ങണം. അഹ്ലുൽ ഇൽമി റബ്ബാനിയൂന ഹുമുല്ലദീന യുർജഉ ഇലൈഹിം ഫീ മുഹിമ്മാത്തിൽ മസായിലി ലാ സിയമാ അല്ലത്തി തതറത്തബു അലൈഹാ മസ്ലഹത്തുൽ ഉമ്മത്തിൽ ഇസ്ലാമിയ്യ. മുസ്ലിം സമൂഹത്തിന് മസ്ലഹത്ത്, നന്മ, പൊതു നന്മ അതിന് തുടർന്നുണ്ടാകാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു മസലയാണത്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ, അഭിപ്രായം പറയാൻ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ചെറിയ ആളുകൾ അഭിപ്രായം പറയാതെ അതെന്ത് ചെയ്യണം, കിബാറുകളിലേക്ക് മടക്കണം. വഅന്ത ഇദാ നളർത ഇലാ ഹാലിൽ അവ്വലീന മിന സലഫി സാലിഹ്, സലഫു സാലിഹുകളുടെ അവസ്ഥയിലേക്ക് നീ നോക്കിയാൽ ആദ്യകാലക്കാർ ഹരീസീന അല റുജൂ ഇലാ കിബാരി അഹ്ലിൽ ഇൽമി അല്ലദീന ഫി അസ്രി, അവരെ കാലഘട്ടത്തിലുള്ള കിബാറുകളിലേക്ക് മടങ്ങുന്നതിൽ അവർ വളരെ തൽപരരായിരുന്നു എന്ന് എനിക്ക് കാണാം. ലാ സിയമാ ഫിൽ അഹ്കാമില്ലദി യതറത്തബു അലൈഹി തബ്ദീഉ വതക്ഫീർ, ഇവൻ മുബ്തദിയാണ്, ഇവൻ കാഫിറാണ്, ഇന്നോന്റെ നിലപാട് ബിദ്അത്താണ്, ഇന്നോന്റേത് കുഫറാണ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അങ്ങനെയുള്ള ഹുക്കുമുകൾ പറയേണ്ടി വരുന്ന വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ആരാ പറയേണ്ടത്? ചോട്ടകളാ പറയേണ്ടത്? ശരിക്ക് കിബാറുകളാണ് ആ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത്. ഒരു അടിക്കുറിപ്പെടുത്തുന്നത് തൊല്ലാബുൽ ഇൽമു, ഒരു വിഷയത്തിലും ഒരു വിധിയും പറയാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല. വൈന്നമൽ മുറാദ്, ഉദ്ദേശിക്ക കാരണം ഉദ്ദേശം എന്തേ ഉള്ളൂ, അൻ ലാ യഹ്കുമ അലൽ മസാഇലി നാസിലത്തി, നാസിലത്തായ മസലകളിൽ എന്ത് ചെയ്യരുത്, അഭിപ്രായം പറയരുത് എന്നേ ഉള്ളൂ. ഇബ്തിദാൻ, തുടക്കത്തിൽ തന്നെ. ലാ സിയമൽ മുസ്തബഹി മിൻഹ, പ്രത്യേകിച്ചും പരസ്പര സാദൃശ്യമുള്ള വിഷയങ്ങളിൽ. അമ്മൽ മസായിലുൽ വാലിയ ഗൈറുൽ മുസ്തബിഹ ഫഇന്നഹു ലാ യൽസമു ഫി റുജൂ ഇലൈഹിം, എന്നാൽ ആശയക്കുഴപ്പത്തിന് വകയില്ലാത്ത വളരെ വ്യക്തമായ ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ അതിൽ തുല്ലാബുൽ ഇൽമി അല്ലെങ്കിൽ കിബാറുകളിലേക്ക് മടങ്ങേണ്ട ആവശ്യം ഇല്ല. അത് നമ്മൾ ലോക്കൽ ആളുകളോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇതിന് ഉദാഹരണം പറയാം. സലഫുകള് ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ കിബാറുകളിൽ മടങ്ങി രണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് ഞാനിവിടെ പറയാം, സമയമില്ലാത്തതുകൊണ്ട്. ഫഹാദ യഹ്യ ബിൻ യഅ്മുർ അൽ ബസരി വ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുമൈരി അൽ ബസരി. യഹ്യ ബിൻ യഅ്മുർ അൽ ബസരിയും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുമൈരി, ഹുമൈരിയാണ് ഹിമ്മിരിയാണെന്നാണ്, ഹുമൈരി എന്നാണ് തോന്നുന്നത്. ലമ്മ അൽഹറത്തിൽ ഖദരിയ, ഇവർ രണ്ടുപേരും അവരെ കാലഘട്ടത്തിൽ ഖദരിയത്ത് പ്രത്യക്ഷപ്പെട്ടു. ഖദറിന്റെ വാദം, ഖദരിയാക്കൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വസാറത്ത് ലഹും മുഖാലഫാത്തുൽ ഉസൂലി അഹ്ലുസ് സുന്ന വൽ ജമാഅ തഖ്തലി തക്ഫീറഹും ഔ തബ്ദീഅഹും വ ഇഖ്റാജ മൻ ദാഇറത്തി അഹ്ലുസ് സുന്ന വൽ ജമാഅ. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകൾക്ക് വിരുദ്ധമായ പല പുതിയ തത്വങ്ങളും ഇവർ കൊണ്ടുവരാൻ തുടങ്ങി. അവരെ കാഫിറാക്കേണ്ടുന്ന, അല്ലെങ്കിൽ അവർ മുബ്തദിയാണെന്നും അഹ്ലുസ് സുന്നത്തിന്റെ കളത്തിന് പുറത്താണെന്നും പറയേണ്ട സന്ദർഭമുണ്ടായപ്പോൾ ലം യുസാരിഅ ഫിൽ ഹുക്മി അലൈഹിം, അവർ രണ്ടുപേരും വല്ല പണ്ഡിതന്മാരാണ് അവർ, പക്ഷെ അവരെന്ത് ചെയ്തില്ല, അവർ ധൃതി കൂട്ടിയില്ല. ബൽ ദഹബ ഇലാ മൻ ലഹുൽ മർജഇയ്യത്തുൽ ഇൽമിയ്യത്തു മിൻ അഹ്ലിൽ ഇൽമി വൽ ഫത്വ, അന്ന കാലഘട്ടത്തിലെ ഇൽമിന്റെയും ഫത്വയുടെയും ആളായ അവലംബമായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഫഅഖ്ബറാഹു ബിമാ ഹസല ഇൻദഹും, എന്നിട്ട് അവർ അവിടേക്കുണ്ടായ സംഗതി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഫഅഫ്താഹുമാ ബിളലാലിൽ ഖദരിയ്യ വൻഹിറാഫി, അപ്പൊ അദ്ദേഹമാണ് ഖദരിയാക്കൾ പഴച്ചവരാണ്, അവർ വ്യതിചലിച്ചവരാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ അത് പറഞ്ഞു, ഇബ്നു ഉമർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സംഭവം യഹ്യ ഇബ്നു ഉമർ പറയാണ്, കാന അവ്വല മൻ ഖാല ഫിൽ ഖദരി ബിൽ ബസ്റ മഅബദുൽ ജുഹനി, ആദ്യമായിട്ട് ഖദരിയ വാദം സംസാരിച്ചത് മഅബദുൽ ജുഹനിയായിരുന്നു. ഫന്തലഖ്തു അല ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ഹുമൈരി ഹാജൈനി മുഅ്തമിറൈനി, അങ്ങനെ ഞാനും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാനും ഹജ്ജിനോ ഉംറക്കോ വേണ്ടി മക്കയിലേക്ക് പോയി. ഫഖുൽനാ ലൗ ലഖീനാ അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടോ
അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ആരെങ്കിലും കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഫസഅൽനാഹു, അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു, അമ്മാ യഖൂലു ഹഉലാഇ ഫിൽ ഖദർ, ഖദറിന്റെ കാര്യത്തിൽ ഇക്കൂട്ടർ പറയുന്നതിനെ പറ്റി നമുക്ക് ചോദിക്കാമായിരുന്നു. ഫവുഫിഖ ലനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു ഖത്താബ് ദാഖിലൻ അൽ മസ്ജിദ, അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇങ്ങനെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ കിട്ടി. ഫഖതനത്തി അന വസാഹിബി അഹദുനാ അൻ യമീനിഹി വൽ ആഖിറു അൻ ശിമാലിഹി, ഞങ്ങൾ ഒരാൾ വലത്ത് ഒരാൾ അദ്ദേഹത്തെ വളഞ്ഞു വെച്ചു. ഫളനന്തു അന്ന സാഹിബി സൈക്കിൽ കലാമ ഇലയ്യ, ഞാൻ സംസാരിക്കുന്ന ആൾക്ക് എന്റെ കൂട്ടുകാരൻ മുണ്ടിയില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അബാ അബ്ദുറഹ്മാൻ ഇന്നഹു ഖദ് ലഹറ ഖിബലനാ നാസുൻ യഖറഊന അൽ ഖുർആൻ, ഞങ്ങളടുത്തപ്പോ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടു, അവർ ഖുർആൻ ഓതുന്നുണ്ട്. വയതഖഫറൂന അൽ ഇൽമ, ഇൽമ അന്വേഷിക്കുന്നുണ്ട്, ഇൽമ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. വദക്കറ മിൻ ശൈഇ, അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വഅന്നഹും യസ്ഉമൂൻ, പക്ഷെ അവർ വാദിക്കുന്നു അല്ലാ ഖദർ, അള്ളാഹു കാര്യങ്ങളൊന്നും നേരത്തെ നിർണയിച്ചു വെച്ചിട്ടില്ല. വഅന്നൽ അംറ ഉൻഫുൻ, കാര്യങ്ങൾ അപ്പോഴുണ്ടാകണം, അതിനെപ്പറ്റി അള്ളാഹ്ക്ക് നേരത്തെ ഒരറിവും ഇല്ല. ഇങ്ങനെ ഖദരിയാക്കൾ വാദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. ഖാല, അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിക്കണം. ഖാല ഫഇദാ ലഖീത ഉലൈക, നീ അവരെ കണ്ടുമുട്ടിയാൽ അവരോട് പറഞ്ഞേക്കണം, ഫഅഖ്ബിർഹും അന്നീ ബരീഉ മിൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നും ഒഴിവായവനാണ്. വഅന്നഹും ബുറാഉ മിന്നി, അവർ എന്നിൽ നിന്നും ഒഴിവായവരാണ്. വല്ലദി യഹ്ലിഫ് ബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആരെ കൊണ്ട് സത്യം ചെയ്യുന്നവനാണ് സത്യം. ലൗ അന്ന ലിഅഹദിഹിം മിസ്ലു ഉഹദിൻ ദഹബൻ, അവരിൽ ഒരാൾക്ക് ഉഹദ് മലയോളം സ്വർണം ഉണ്ടാവുകയും ഫഅൻഫഖഹു, എന്നിട്ട് അയാൾ അള്ളാന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുകയുമാണെങ്കിലും മാ ഖബിലല്ലാഹു മിൻഹു, അല്ലാഹു സ്വീകരിക്കൂല. ഹത്താ യുഅ്മിന ബിൽ ഖദർ, അയാൾ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. ഇതാണ് പറഞ്ഞു കൊടുത്താര്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് മനസ്സിലായി ഇവർ പേച്ചവരാണ്, ഖദറിൽ വിശ്വസിക്കാതെ മുസ്ലിം ആവില്ലെന്നായി പറയണേ. അപ്പൊ അവർക്ക് കുഫറുണ്ട്, ലലാലത്തുണ്ട് എന്ന് ആര് പറഞ്ഞു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അപ്പൊ അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ച് തബ്ദീഉം തക്ഫീറും ഒക്കെ പറയേണ്ട രംഗം വരുമ്പോ, അത്രമാത്രം ഫിത്ന വർദ്ധിക്കുമ്പോ ആരോടാ ചോദിക്കേണ്ടത്? അതിനെപ്പറ്റി വിധി പറയാൻ കെൽപ്പുള്ള വലിയ പണ്ഡിതന്മാരോടാണ് ചോദിക്കേണ്ടത്. വേറെയും ഒരു ഉദാഹരണം ശേഖ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമയം വൈകിയത് കൊണ്ട് ഇനി അതിലേക്ക് കടക്കുന്നില്ല, ഇപ്പൊ തന്നെ സമയം 10 മണിയാകാൻ പോകുന്നുണ്ട്. ഇതിന്റെ അവസാന ഖാത്തിമ, സമാപ്തം കൂടി, 5 വസിയത്തുകളും ഇവിടെ അവസാനിച്ചു. ഖാത്തിമ വഫിൽ ഖിതാമി അൻസഹു കുല്ല അഖിൻ യുരീദു നജാത വസ്സഹാത ഫിദ്ദാറൈൻ, ഇരു ലോകത്തും വിജയം ആഗ്രഹിക്കുന്ന, സൗഭാഗ്യം തേടുന്ന എല്ലാ ഓരോ സഹോദരങ്ങളോടും അവസാനമായി ഞാൻ ഉപദേശിക്കുന്നു, അൻ യൽസമ മൻഹജ അഹ്ലിസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ മൻഹജ് അവർ മുറുകെ പിടിക്കട്ടെ, അതിലവർ ഉറച്ചു നിൽക്കട്ടെ. വതരീഖതഹും, അവരുടെ മാർഗവും, ലികയ്യസ്റ മിൻ ഹാദിഹിൽ ശുബഹി മുദില്ല, വഴിപഴപ്പിക്കുന്ന ശുബ്ഹത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി. വഅൻ യകൂന സാദിഖൻ ഫീ തൗബതിഹി, അയാളുടെ മടക്കത്തിൽ സത്യസന്ധനായിരിക്കാൻ. ജാദം ഫീ സിൽക്കിൽ അസ്ബാബിൽ മുഈനത്തി അലൽ ഇസ്തിഖാമ, ഈ അഹ്ലുസുന്നയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായകമായ മാർഗങ്ങളിൽ പ്രവേശിക്കുന്നതിൽ അയാൾ ഉത്സാഹമുള്ളവനാകാൻ. മുതവക്കിലൻ അലല്ലാഹിൽ ലത്തീഫിൽ ഖബീർ, ലത്തീഫും ഖബീറുമായ അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട്. വഅൻ യൽജ ഇലല്ലാഹ് വയതളറ ബൈന യദൈഹി സായിലൽ ഇആനത വത്തൗഫീഖ്, അല്ലാഹുവിലേക്ക് അഭയം തേടുവാനും അവന്റെ മുമ്പിൽ സഹായം തേടിക്കൊണ്ട് വിനയത്തോടെ നിൽക്കുവാനും. അതിനൊക്കെ എന്ത് വേണം? ഞാൻ ഞങ്ങളെ ഉപദേശിക്കുകയാണ്. എന്തൊക്കെ അവരുടെ ഉപദേശം? അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ മൻഹജിലും തരീഖത്തിലും ഉറച്ചു നിൽക്കണം. എന്നാലേ ഈ ആശയക്കുഴപ്പങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മുടെ ഈ മടക്കം, സൽഫിയത്തിലേക്കുള്ള മടക്കം സത്യസന്ധമായിരിക്കണം. പിന്നെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഇസ്തിഖാമത്തിന്റെ മാർഗങ്ങളിൽ അയാൾ ഉത്സാഹത്തോടെ പ്രവേശിക്കണം. പിന്നെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അവനിലേക്ക് അഭയം തേടി അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വല്ലാഹ അസ്അലു അൻ യുവഫിഖനി വജമീഅ ഇഖ്വാനി മാ യുഹിബ്ബു വയർളാ, ഞാൻ അള്ളാഹിനോട് ചോദിക്കുകയാണ്, എനിക്കും എന്റെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവൻ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകണേ. വഅൻ യുജന്നിബനൽ ഫിതന, ഫിതന നമ്മളിൽ നിന്ന് അല്ലാഹു അകറ്റണമേ. മാ ലഹറ മിന്നാ വമാ ബതൻ, പ്രത്യക്ഷവും പരോക്ഷവും. വയുഈനന അലാ നസ്റതി തരീഖ് അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ മാർഗത്തെ സഹായിക്കുവാൻ അവനും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. വയുസബ്ബിതന അലാ ദാലിക്, ആ മാർഗത്തിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്താനും ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. വസല്ലല്ലാഹു വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. കതബഹു അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ മുഹമ്മദ് അശ്ശഹി, അൽ ഇമാറാത്തുൽ അറബിയ്യത്തുൽ മുത്തഹിദ, റഅ്സുൽ ഖൈമ അർ-റംസ്. ഇതാണ് ഈ പുസ്തകം. കൊച്ചു പുസ്തകമാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വഴികാട്ടിയാണ് ഈ പുസ്തകം. പുസ്തകത്തിന്റെ പേര്
അൽ വസായ സനിയ്യ ലിത്തായിബീന ഇല സലഫിയ്യ എന്ന് പറഞ്ഞാട്ടെ. അൽ വസായ സനിയ്യ, ഉയർന്ന വസിയത്തുകൾ, നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഉപദേശങ്ങൾ. ആർക്ക്? ലിത്തായിബീന, തൗബ ചെയ്തു വരുന്നവർക്ക്. ഏതിലേക്ക്? ഇല സലഫിയ്യ, സലഫിയത്തിലേക്ക് മടങ്ങുന്നവരോടുള്ള 5 വസിയത്തുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോ നമ്മുടെ നാട്ടിലുണ്ടായ പ്രശ്നവും ഇതുമായി നിങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ക്ലിയർ ആകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഒരു ഭിന്നിപ്പോ കക്ഷിത്വമോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമ്മളൊരു ടേണിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഇനി നമ്മൾ കൂട്ടിക്കലർന്ന സലഫിയത്തേറ്റ് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. നമ്മൾ 2001 തിരിച്ചറിഞ്ഞ, മടവൂരും കൂട്ടം തിരിച്ചു പോയ കാലത്ത് സലഫിയത്ത് തിരിച്ചറിഞ്ഞവരാണ്. പക്ഷെ അത് പറയാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. സംഘടനയും സ്ഥാപനവും കൈവശമായതോടുകൂടെ പറയൽ നിർത്തി. അതുപോലെ ഇപ്പൊ നമ്മൾ വീണ്ടും നമുക്ക് എല്ലാം നമ്മളെ കയ്യിൽ കിട്ടി, നമ്മൾ വേറെ തന്നെയായി. ആ ടേണിംഗ് പോയിന്റിൽ അല്പം നിൽക്കണം, ധൃതി കൂട്ടണ്ട. നമുക്ക് ഉലമാക്കളോട് ചോദിച്ച് നമ്മളെ മാർഗം ക്ലിയർ ആക്കിയിട്ട് അവരൊക്കെ സലഫിയത്തിലേക്ക് മടങ്ങി വരുന്നവർക്ക് നൽകുന്ന വസിയത്തുകളുണ്ട്. ആ വസിയത്തുകൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നമ്മളൊരു മനഹജ് തയ്യാറാക്കി ഉലമാക്ക് കൊടുത്ത് അതൊക്കെ ആദ്യമൊക്കെ ആ തരക്കടില്ല എന്ന് പറഞ്ഞെങ്കിലും അതിന് പിന്നോട്ട് വന്നു. അത് ശരി, അത് ആ രേഖകൾ പൂഴ്ത്തിയതും അതിന് പിന്നോട്ട് വന്നതൊക്കെ ശരിയാണെന്നാ സലാലിയുള്ള നേതാവ് പറഞ്ഞത്. നിങ്ങൾ മാത്രമേ മുന്നോട്ട് വന്ന അഭിപ്രായമുള്ളൂ, മറ്റുള്ളവർക്കൊന്നും അഭിപ്രായമല്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വസിയത്തുകൾ വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിക്കുന്നത്. സലഫിയാണെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രാക്ടിക്കലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ആൾക്കൂട്ടത്തെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. എനിക്ക് എല്ലാവരോടും പറയാനുള്ള അതാണ്, ആൾക്കൂട്ടം നമ്മളൊപ്പം ഉണ്ടാവില്ല. ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതനെ പോലെയാണ്, അപരിചിതാവസ്ഥയിലേക്ക് അത് മടങ്ങിപ്പോകും. ഫതൂബാ ലിൽ ഗുറബ. അന്ന് അപരിചിതരായി അറിയപ്പെടുന്നവർക്ക് അഭിനന്ദനങ്ങൾ. ആരാണവർ? അവർക്ക് പല വിശേഷങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലദീന യസ്ലുഹൂന ഇദാ ഫസദന്നാസ്. ജനങ്ങൾ ദുഷിക്കുമ്പോഴും ശരിക്ക് ജീവിക്കുന്നവർ. വേറെ റിവായത്തിൽ ജനങ്ങളെ നന്നാക്കുന്നവർ എന്നുണ്ട്. അതിനേക്കാൾ പ്രബലമായ റിവായത്ത് ഇതാ, ജനങ്ങൾ ദുഷിച്ചാലും അതിനിടയിൽ നന്നായി ജീവിക്കുന്നവർ. പിന്നെ ഉനാസു സാലിഹൂന ഫി ഉനാസി സുഇൻ കസീർ. വൃത്തികെട്ട ഒരുപാട് മനുഷ്യന്മാർക്കിടയിൽ കുറച്ച് നല്ല മനുഷ്യന്മാർ. മൻ യഅസീഹിം അക്സർ മിമ്മ യുതിഉഹും. അവരനുസരിക്കുന്നവർ കുറവായിരിക്കും, അവരെ എതിർക്കുന്നവരും അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ. ആ ന്യൂനപക്ഷമായി നമ്മൾ മാറും, ഒറ്റപ്പെടും, വീട്ടിലൊറ്റപ്പെടും, നാട്ടിലൊറ്റപ്പെടും, എല്ലായിടത്തും ഒറ്റപ്പെടും. പക്ഷെ ഒറ്റപ്പെടൽ നമ്മൾ ആസ്വാദനമാകണം അല്ലേ? ഒന്നേറ്റ് ബന്ധം മുറിച്ചില്ലേ, മറ്റോ ബന്ധം മുറിച്ചില്ലേ, മുറിച്ചില്ലേ അല്ലേ? നമ്മൾ ആരോടും ബന്ധം മുറിക്കണ്ടല്ല. ഈ പറഞ്ഞ വ്യവസ്ഥക്കനുസരിച്ച് എല്ലാവരോടും നമുക്ക് എന്ത് ചെയ്യാം? ബന്ധം നടത്തിക്കൊണ്ടാവും. നമ്മളെ ദീനിന് ബാധിക്കുന്ന ബന്ധമാണോ അത് അവസാനിപ്പിക്കാനാണോ? നമ്മളെല്ലാവരും കൂടെ എത്തി എന്തിനു വല്ല അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ. അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. സംഘടനയുടെ ഷർത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, വലാവും ബറാവും സംഘടനയുടെ പേരിലാകാൻ പാടില്ല. എല്ലാ ഷർത്ത് പറഞ്ഞവരും പറഞ്ഞത് ഒന്ന് ഹിസ്ബിയത്തിലേക്ക് പോകാൻ പാടില്ല, പിന്നെ വലാവും ബറാവും സംഘടനയുടെ പേരിലാകാൻ പാടില്ല അല്ലേ? നമ്മൾ വരുമ്പോ നമ്മളെ സ്നേഹിച്ച് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ട് നടന്നിരുന്ന ആളുകൾ ഫോൺ ചെയ്താൽ പോലും എടുക്കൂല. നമുക്കൊരു വിഷമമല്ല, അൽഹംദുലില്ലാ, ഒരു വിഷമമല്ല. കാരണം എന്താ? അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ. 2001 ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ വിട്ടു. പിന്നെ വീണ്ടും നമ്മൾ പുറത്താക്കി, നമ്മൾ പുറത്തുനിന്ന് വീണ്ടും കുറെ മനുഷ്യന്മാരെ വിട്ടു. അതുപോലെ വേറൊരു കൂട്ടത്തെയും വിട്ടു. നമുക്ക് കറക്റ്റായി നമ്മള് എല്ലാം നമ്മളെ പരലോകത്ത് ബന്ധപ്പെടുത്തി ചിന്തിക്കാം. എന്നാൽ നമുക്ക് ടെൻഷൻ കുറെ കുറയും. അത് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പണ്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ പറഞ്ഞു, എങ്ങനെ എങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട. എല്ലാം നമ്മൾ ആഖിറത്ത് ബന്ധപ്പെടുത്തി ഈ വിഷയം എന്റെ ആഖിറത്ത് എങ്ങനെ ബന്ധപ്പെടും, അങ്ങനെ ചിന്തിക്കുക. അതിനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാകണം. ഞാൻ ഓതി വെച്ച ആയത്തിന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആരെങ്കിലും സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷം റസൂലിനെതിരെ പ്രവർത്തിക്കുകയും മുഅ്മിനുകളുടേതല്ലാത്തൊരു മാർഗം കൈക്കൊള്ളുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നമ്മൾ അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ. മനസ്സിലായില്ലേ? അത് മോശമായ ഒരു മടക്കസ്ഥാനം തന്നെയാണ്. അവിടെ സബീലുൽ മുഅ്മിനീൻ ആരാ?
സഹാബത്തിന്റെ മാർഗമാണ്. അന്ന് ആയത്ത് അവതരിക്കുന്ന കാലത്തുള്ള മുഅ്മിനീങ്ങൾ ആരാ? സഹാബികൾ. അപ്പൊ സഹാബികളെ മാർഗം സ്വീകരിക്കുക, അതാണ് സലഫുകളെ മാർഗം എന്ന് പറയുന്നത്. അത് സ്വീകരിക്കാൻ കുറെ പ്രയാസങ്ങളുണ്ട്. ഫിത്നകൾ ഏറെ വർദ്ധിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഹദീസ് നമ്മൾ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ച പോലെ കൊത്തിവെക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. അതെല്ലാവരും ഹിഫ്ലാക്കേണ്ട ഹദീസാ. എന്ന് പറഞ്ഞാട്ടെ, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ. എന്താ അർത്ഥം? ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്. വജന്നത്തുൽ കാഫിർ, കാഫിറിന്റെ സ്വർഗം. ഇപ്പൊ ഇത് പറയുമ്പോ ചില ഞമ്മക്കൊന്നും അങ്ങനെ ജയിലായിട്ട് തോന്നിയിട്ടില്ലല്ലോ. കാരണം നമ്മളിത് അപ്ലൈ ഉണ്ടെങ്കിലല്ലേ. ഇസ്ലാം ശരിക്കു പഠിച്ച് 100% അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ജയിലായി തോന്നും. അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ആ കച്ചവടം പറ്റില്ല, ഈ കച്ചവടം പറ്റില്ല, അവിടെ പോയിക്കോട്ടെ, ഇവിടെ പോയിക്കോട്ടെ. ഇടങ്ങേറ ഇസ്ലാം എന്ന് പറയും. കൃത്യമായിട്ട് നടപ്പിലാക്കിയത് അന്ന് സാരില്ല, ആരാപ്പിലൊക്കെ നോക്കണേ. അങ്ങനെ വിട്ടാൽ ജയിലായി തോന്നൂല. കറക്റ്റ് ദീന് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ തുടങ്ങിയാൽ ഈ ഹദീസ് വഹിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് ഇത് നമ്മളെ മനസ്സിൽ കൊത്തിവെക്കണം. നമുക്ക് സിജിനായി തോന്നും, എന്തൊരു പാരതന്ത്ര്യം. പക്ഷേ അത് ആസ്വദിക്കണം. നമ്മൾ ഉർബത്ത് തോന്നും, ഒറ്റപ്പെടൽ. റസൂൽ ആദ്യം വന്നല്ലേ ബദഅൽ ഇസ്ലാമു ഗരീബ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പഠിക്കണം. റസൂൽ വന്നപ്പോണ്ടാ ഒറ്റപ്പെടൽ എന്താ? എന്തെല്ലാം പീഡനങ്ങളും മർദ്ദനങ്ങളാ അല്ലേ? 23 കൊല്ലത്തെ റസൂലുള്ളാഹിന്റെ ദഅവത്ത് കൊണ്ട് റസൂൽ വഫാത്താണ് മുമ്പ് ഇറങ്ങിയ ആയത്താണ്. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു. അതിന്റെ ഗുണം കാണുകയും ചെയ്തു. റസൂൽ മരിച്ചപ്പോ എന്താ ഉണ്ടായത്? സക്കാത്തൊന്നും നമ്മൾ തരില്ല, അതൊക്കെ മുഅമ്മിനോടുത്ത ടാക്സ് അല്ലേ, അങ്ങനെ തരാൻ പറ്റില്ല. പിന്നെ മുഹമ്മദ് പോയത് വേറെ നബി വന്നിരിക്കണു, അസ്വദുൽ അൻസി. അപ്പോൾ നബിച്ചി, എന്നിട്ട് നബിച്ചിനെ കെട്ടി കല്യാണം കഴിച്ച് അതിന്റെ പിന്നാലെയും കുറെ ആൾ, ഇതിന്റെ പിന്നാലെയും കുറെ ആള് ഒരു കൂട്ടർ സക്കാത്ത് നിഷേധിച്ചു. അവിടെ വളരെ സൗമ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തനായി രംഗത്ത് വന്നു അല്ലേ? അള്ളാന്റെ റസൂലിന് കൊടുത്തിരുന്ന ഒട്ടകത്തെ കെട്ടുന്നൊരു കയറ് പോലും ഇസ്ലാമിക ഗവൺമെന്റിന് തന്നില്ലെങ്കിൽ വാങ്ങും അബൂബക്കർ. വല്ലാഹി ലഉഖാതിലന്ന ബൈന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാത്ത്. നിസ്കരിക്കും സക്കാത്ത് കൊടുക്കൂല, നിസ്കാരത്തിന് സക്കാത്തിന് വേർപെടുത്തിണ്ടല്ലോ, വീടൂല വാനിയാൻ യുദ്ധം ചെയ്യും. ഉമർ ഖത്താബിന് ഒരു സംശയം, അങ്ങനെ പറ്റോ അബൂബക്കറെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ച ആളിനോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കർ സിദ്ദീഖിന്റെ ഉറച്ച നിലപാടാണ് എനിക്ക് ആ വിഷയം പഠിപ്പിക്കാൻ. വീടൂല അബൂബക്കർ എന്നുള്ള ആ കണിശമായ തീരുമാനത്തിലാണ് ഇസ്ലാമിക ഗവൺമെന്റിനെ പിടിച്ചുലച്ച പുത്തൻ നബിത്വവാദവും സക്കാത്ത് നിഷേധവും ഒക്കെ കേട്ടടങ്ങി അല്ലേ? അപ്പൊ അതാണ് ആൾക്കൂട്ടം വന്നോ അതിൽ ചപ്പ് ചവറുണ്ടാവും ഉറപ്പാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആൾക്കൂട്ടം വരണം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആൾക്കൂട്ടത്തിന്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കരുത്. നമ്മള് ആ ഉറബ ആകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരാണ് സ്വർഗത്ത് പോകുന്ന വിഭാഗം. 73 വിഭാഗമായി എന്റെ ഉമ്മത്ത്. റസൂലിന്റെ ഉമ്മത്ത് 73 വിഭാഗം എന്ന് പറഞ്ഞത്. അതിലൊന്നേ സ്വർഗത്ത് പോകുള്ളൂ. അപ്പൊ അധികം ആളുണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് നമ്മള് ആ സ്വർഗത്തിന് എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് ത്യാഗം സഹിക്കണം. സ്വർഗത്തിന്റെ പാത അത് പനനീർ വിരിച്ച മെത്തയല്ല, അത് ദുർഘടമായ കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ്. അതിന് നമ്മൾ ത്യാഗം സഹിച്ചേ പറ്റൂ. അതിന് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ ത്യാഗം സഹിച്ചേ പറ്റൂ. അതിന് നമ്മൾ പരിശ്രമിക്കുക. പ്രയാസങ്ങളെ മറികടക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മളൊക്കെ എന്താ സഹിച്ചിട്ടുള്ളത്? വല്ലതും സഹിച്ചിട്ടുണ്ടോ ഇസ്ലാമിന് വേണ്ടി? നമ്മുടെ മുൻഗാമികൾ എന്തൊക്കെ സഹിച്ചിട്ടുണ്ട്? അത് ഞാൻ പറയേണ്ടതില്ല. നമ്മൾ ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ